ഓക്കെ, അപ്പോൾ നമ്മൾ ഡെവലപ്മെന്റൽ ബയോളജിയിലെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ പ്രീവിയസ്ലി വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും അധികവും ബേസ് ചെയ്തിട്ട് ഇന്ന കണ്ടന്റിൽ വെച്ചിട്ടായിരിക്കും എപ്പോഴും ചോദിക്കാറുണ്ടാവുക. സോ അതിലുള്ള ആ സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് സോർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, പ്രീവിയസ് ഇയേഴ്സ് PYQs നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ആൻഡ് അതിനൊരു എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഞാൻ പറയാം. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനിലോട്ടേക്ക് പോവാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ക്ലാസ് പറയുന്ന സമയത്തും നമ്മൾ ആദ്യം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതും ഈ ഒരു ഏരിയ ആയിരുന്നു. ഓക്കെ, the question is, membrane-bound Golgi-derived structures containing proteolytic enzymes in sperms of sea urchin are called. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഉത്തരം അറിയായിരിക്കുമല്ലോ. ജസ്റ്റ് നിങ്ങൾ ഉത്തരം ഒന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ നല്ലതായിരുന്നു. നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ പറയാം. ഓക്കെ, അപ്പൊ ഇത് ഏത് ഏരിയയിൽ നിന്ന് വരുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഗാമറ്റോജനസിസിൽ വരുന്നതാണ് അല്ലെ? യെസ്, ഗാമറ്റോജനസിസിൽ തന്നെ സ്പെർമാറ്റോജനസിസിൽ അല്ലെ? സ്പെർമാറ്റോജനസിസിലാണ് ഈ പോർഷൻ വരുന്നത്. അപ്പൊ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? മെംബ്രെയിൻ ബൗണ്ട് ഗോൾഗി ഡിറൈവ്ഡ് സ്ട്രക്ചേഴ്സ് എന്നാ ചോദിച്ചിട്ടുള്ളത്. അപ്പോ നമ്മള് സ്പെർമാറ്റോജനസിസ് എന്ന് പറയാൻ എന്തുകൊണ്ടാ കാരണം ഉണ്ടായിരുന്നത്? ബിക്കോസ് എൻസൈംസ് കണ്ടെയ്ൻ ചെയ്യുന്നത് സ്പേംസിലാണെന്ന് പറഞ്ഞു. സോ ബേസിക്കലി സ്പെർമാറ്റോജനസിസ്. അപ്പൊ ഇവിടെ സ്പെർമാറ്റോജനസിസിൽ തന്നെ പ്രോസസ്സും കാര്യങ്ങളും അല്ല ചോദിച്ചിട്ടുള്ളത്, പകരം അവിടെയുള്ള ഒരു സ്ട്രക്ചറിനെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? ആ സ്ട്രക്ചർ എന്ന് പറയുന്നത് മെംബ്രെയിൻ ബൗണ്ട് ഗോൾഗി ഡിറൈവ്ഡ് ആണ്. ഗോൾഗി ബോഡീസിനെ അറിയാലോ, നമ്മൾ സെല്ല് പറയുന്ന സമയത്ത് നമ്മുടെ ഓർഗനൽ ആണ് ഗോൾഗി. അപ്പോൾ ഒരു മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഒരു ഓർഗനൽ, സെൽ ഓർഗനൽ ആണ് ഗോൾഗി. ആൻഡ് ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ സിയോച്ചിൻ എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. സിയോച്ചിൻ എന്ന് പറയുന്ന ഓർഗാനിസത്തിലെ സ്പേംസിൽ കണ്ടെയ്ൻ ചെയ്യുന്ന മെംബ്രെയിൻ ബൗണ്ട് ഗോൾഗി ഡിറൈവ്ഡ് സ്ട്രക്ചേഴ്സ്. ഓപ്ഷൻസ് നോക്കുക: കോർട്ടിക്കൽ ഗ്രാന്യൂൾസ്, മൈക്രോമിയേഴ്സ്, ആക്രോസോമൽ വെസിക്കിൾസ് ആൻഡ് മാക്രോമിയേഴ്സ്. ഈ 4 ഓപ്ഷൻ കാണുമ്പോൾ തന്നെ ആക്ച്വലി നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആൻസറിലോട്ടേക്ക് എത്താം. കാരണം എലിമിനേറ്റ് ചെയ്താൽ മതി അല്ലെ? ഡിലീറ്റ് ചെയ്താൽ മതി ഓപ്ഷൻസിനെ. എന്തുകൊണ്ടാ? മൈക്രോമിയേഴ്സ് ആൻഡ് മാക്രോമിയേഴ്സിനെ വേഗം ഡിലീറ്റ് ചെയ്യാൻ പറ്റും. കാരണം മൈക്രോമിയേഴ്സും മാക്രോമിയേഴ്സ് എന്ന് പറയുന്നത് ക്ലീവേജിന്റെ ടൈമില് നമുക്ക് ക്ലീവേജിന് ശേഷം ക്ലീവ് ചെയ്യുന്ന സമയത്ത് സൈഗോട്ട് ഫോം ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബ്ലാസ്റ്റോമിയേഴ്സ് ആണ് എന്ത്? മൈക്രോമിയേഴ്സും മാക്രോമിയേഴ്സും. സോ നമുക്ക് ആ 2 ഓപ്ഷൻസിനെ വേഗം കട്ട് ചെയ്യാൻ പറ്റും. അവർ വരില്ല എന്തായാലും. അവരൊരിക്കലും സ്പേം സ്ട്രക്ചറിൽ വരുന്ന ഒരു സ്ട്രക്ചർ അല്ല അല്ലെ? ഒരു ടൈപ്പ് ഓഫ് സെൽ അല്ല. പിന്നെ വരുന്നത് കോർട്ടിക്കൽ ഗ്രാന്യൂൾസും ആക്രോസോമൽ വെസിക്കിൾസും ആണ്. ആസ് വി നോ, ദ ആൻസർ വിൽ ബി ആക്രോസോമൽ വെസിക്കിൾ അല്ലെ? ആക്രോസോമല്ലേ ഗോൾഗി ഡിറൈവ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആവുന്നത്. യെസ്, അപ്പോ ആക്രോസോം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെയാ, എന്തിനാണ് ആക്രോസോം എന്ന് പറയുമ്പോൾ നമ്മുടെ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് എഗ് മെംബ്രെയിനിൽ ഉള്ളിലോട്ടേക്ക് പോകണമെങ്കിൽ അവിടെ അതിനൊരു സിനാരിയോ ഉണ്ടാക്കുന്നത് ഈ എൻസൈംസ് ആണ്, പ്രോട്ടിയോലിറ്റിക് എൻസൈംസ് ആണ്. ആക്രോസോമൽ റിയാക്ഷൻ നടക്കുന്നുണ്ട് അല്ലെ? സോ ആക്രോസോം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആക്രോസോമൽ വെസിക്കിൾ എന്ന് പറയുന്നത് പ്രോട്ടിയോലിറ്റിക് എൻസൈംസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആണ്. ആൻഡ് കോർട്ടിക്കൽ ഗ്രാന്യൂൾസ് എന്ന് പറയുന്നത് ഇതിൽ വരുന്നില്ല അല്ലെ? കോർട്ടിക്കൽ ഗ്രാന്യൂൾസ് എന്ന് പറയുമ്പോൾ എഗ് സ്ട്രക്ചേഴ്സിൽ വരുന്ന ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ആണ് എന്ത്? കോർട്ടിക്കൽ ഗ്രാന്യൂൾസ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ആക്രോസോമൽ വെസിക്കിൾ അല്ലേ? കിട്ടിയോ? മനസ്സിലായോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം കേട്ടോ. അപ്പൊ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. ഓക്കെ, നിങ്ങൾ ഉത്തരം പറയണേ, എങ്കിൽ മാത്രമേ നമുക്ക് ഇത് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? If you remove a set of cells from an embryo, you observe that the adult organism lacked the structure that would have been produced from those cells. Therefore, the organism seems to have undergone. സ്പെസിഫിക്കേഷനിൽ പറയുന്നതാണ് സെൽ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ
നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് എന്ത് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഒരു എക്സ്പെരിമെന്റ് ആണ് പറയുന്നത്. അപ്പോൾ DBയിൽ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെരിമെന്റൽ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും ചോദിക്കും. ഓക്കെ, എക്സ്പെരിമെന്റൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. അറിയുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ലൈക്ക് നമ്മൾ കണ്ടന്റ് പഠിച്ചതിന്റെ എക്സ്പെരിമെന്റ്സ് ആയിരിക്കും അവർ പറയുന്നുണ്ടാവുക. സോ ആ എക്സ്പെരിമെന്റ്സിലാണ് DBയിൽ അധികവും ക്വസ്റ്റ്യൻസ് കാണാറ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിനെക്കാട്ടും കൂടുതൽ എക്സ്പെരിമെന്റൽ ക്വസ്റ്റ്യൻസ്. സോ ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു എക്സ്പെരിമെന്റ് തന്നെയാണ് പറയുന്നത്, ഒരു പ്രാക്ടിക്കൽ എക്സ്പെരിമെന്റ് പോലെ. ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താ, ഇഫ് യു റിമൂവ് എ സെറ്റ് ഓഫ് സെൽസ് ഫ്രം എൻ ഏർലി എംബ്രിയോ. സോ ഓർത്തിരിക്കുക, ഏർലി എംബ്രിയോ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഏർലി എംബ്രിയോ, ദാറ്റ് മീൻസ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിരിക്കും. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ സൈഗോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഒരു 8 സെൽ സ്റ്റേജ് വരെ ഉണ്ടാവും അല്ലെ. നോർമലി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പ്രിലിമിനറി സ്റ്റേജ് എന്ന് പറയാം. സോ ഈ പ്രിലിമിനറി സ്റ്റേജിനെയാണ് എംബ്രിയോ ഫോം ചെയ്യാവുന്ന കംപ്ലീറ്റ്ലി നമുക്ക് ഒരു എംബ്രിയോ ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റുന്നത് ഒരു 256 സെൽസിനൊക്കെ മേൽ നമുക്കൊരു എംബ്രിയോ ആയിട്ട്, കാരണം ഡിഫറൻഷിയേറ്റഡ് ആയിട്ട് സെൽസ് വരുന്ന സമയത്താണ് നമുക്ക് അതിനെ ഒരു എംബ്രിയോ ആയിട്ട് പറയാൻ പറ്റുക അല്ലെ. അതുവരെ ഇതിനെ നമ്മൾ ബ്ലാസ്റ്റുല സ്റ്റേജ് അല്ലെങ്കിൽ മോറുല സ്റ്റേജ് എന്നൊക്കെയാണ് പറയാറ് അല്ലെ. യെസ്, സോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏർലി എംബ്രിയോ, ദാറ്റ് മീൻസ് വെരി യങ് സ്റ്റേജിൽ, അതിന്റെ ആദ്യത്തെ 2-3 സ്റ്റേജിലേക്ക് 8 സെൽ സ്റ്റേജ് ആവാം, 32 സെൽ സ്റ്റേജ് ആവാം, 64 സ്റ്റേജ് വരെ അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു പറയുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓർഗാനിസത്തിൽ നിന്ന് അതിന്റെ അഡൾട്ട് ഫോമിൽ എത്തുമ്പോൾ, ഓക്കെ, ആ ഒരു സ്റ്റേജിൽ നമ്മൾ കുറച്ച് സെൽസ് റിമൂവ് ചെയ്തിട്ടുണ്ട്, സെറ്റ് ഓഫ് സെൽസ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അവർ നമ്മൾ ഒരു അഡൾട്ട് സ്റ്റേജിലേക്ക് എത്തി ഒബ്സർവ് ചെയ്ത സമയത്ത് ആ സെല്ല് ഫോം ചെയ്യേണ്ട സ്ട്രക്ചേഴ്സ് ആ ഓർഗാനിസത്തിൽ കാണുന്നില്ല. ഓക്കെ, ആ സെല്ല് ഫോം ചെയ്യേണ്ട സ്ട്രക്ചർ ഓർഗാനിസത്തിൽ കാണുന്നില്ല. അപ്പൊ ഇത് ഏത് ടൈപ്പ് ഓഫ് സ്പെസിഫിക്കേഷൻ ആണെന്നാണ് ചോദിക്കുന്നത്. യെസ്, 4 ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. 4 ഓപ്ഷൻ നോക്കുക. ഓട്ടോണമസ് സ്പെസിഫിക്കേഷൻ, കണ്ടീഷണൽ സ്പെസിഫിക്കേഷൻ, മോർഫോജനറ്റിക് സ്പെസിഫിക്കേഷൻ ആൻഡ് സിൻസീഷ്യൽ സ്പെസിഫിക്കേഷൻ. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവരെ എല്ലാവരെയും ഒന്ന് നോക്കാം. ലൈക്ക് നമ്മുടെ ഓട്ടോണമസ് സ്പെസിഫിക്കേഷൻ എന്താ? നോർമലി ഓട്ടോണമസ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സെല്ലിന്, ഏതൊരു സെല്ലും ആയിക്കോട്ടെ ബോഡിയിലെ ഒരു സെല്ലിന് അവരുടെ ഏർലി സ്റ്റേജിൽ തന്നെ അവർക്ക് അവരുടെ ഫേറ്റ് എന്ന് പറയുന്നത് ഡിറ്റർമിൻഡ് ആണ്. ഡിറ്റർമിൻഡ് ഇൻ ദ സെൻസ്, ഇപ്പോ സപ്പോസ് ഒരു സെല്ല് ന്യൂറൽ ടിഷ്യൂ ആവേണ്ട ഒരു സെല്ലാണെങ്കിൽ അവരുടെ ഏർലി സ്റ്റേജിൽ തന്നെ ഇവര് ന്യൂറൽ ടിഷ്യൂ മാത്രമേ ആവുള്ളൂ എന്ന് ഡിറ്റർമൈൻഡ് ആണ്. അതായത് സ്വയം ഡിറ്റർമൈൻ, സെൽഫ് ഡിറ്റർമൈൻ നമുക്ക് പറയാം. സ്വയം ഫേറ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഓട്ടോണമസ് സ്പെസിഫിക്കേഷനിൽ പറയാം. കാരണം ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേറെ ഒരു സെല്ലും അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ കണ്ടീഷനും വേണ്ട. ഇവര് ന്യൂറൽ സെൽസ് ആണെങ്കിൽ ന്യൂറൽ സെൽസ് മാത്രമായിരിക്കും അവരുടെ ഫേറ്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഓട്ടോണമസ് സ്പെസിഫിക്കേഷൻ. ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക, ദാറ്റ് ഈസ് കണ്ടീഷണൽ സ്പെസിഫിക്കേഷൻ. കണ്ടീഷണൽ സ്പെസിഫിക്കേഷൻ എന്തായിരിക്കും? ഇവരുടെ ഫേറ്റ്, ലൈക്ക് രണ്ടുപേരും ഫേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, അതായത് ഒരു സെൽ ഇന്നതാവണം എന്ന് ആണ് അവരുടെ ഫേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ കണ്ടീഷണൽ സ്പെസിഫിക്കേഷനിൽ ഇവരുടെ നെയ്ബറിംഗ് സെൽസ് ആണ് അവരുടെ ഫേറ്റ് തീരുമാനിക്കുന്നത്. അതായത് ഇപ്പോ ഒരു സെല്ല്, ആ സെല്ലിന്റെ തൊട്ടടുത്തുള്ള സെൽസ് എന്താണോ ഫോം ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ സെൽസിന്റെ ഇൻഫ്ലുവൻസിലായിരിക്കും ഇവരുടെ ഫേറ്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് കണ്ടീഷൻഡ്. എക്സ്റ്റേണൽ ആയിട്ട് ഒരാള് കണ്ടീഷൻ ചെയ്യുന്നു. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് കണ്ടീഷണൽ സ്പെസിഫിക്കേഷൻ. മോർഫോജനറ്റിക് സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ മോർഫോജീനിക് സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അഡൾട്ട് ഫോമിലേക്ക് എത്തുമ്പോഴോ, ലൈക്ക് മോർഫോജനസിസ് ഇൻ ദ സെൻസ് മോർഫോളജിക്കൽ ഫീച്ചേഴ്സ്, നമ്മുടെ ഫീനോട്ടിപ്പിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്റ്റേണലി കാണുന്ന ഫീച്ചേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഫീച്ചേഴ്സിന് പിന്നീട് ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് ആക്ച്വലി എന്ത് മോർഫോജീനിക് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് ഓപ്ഷൻ ദാറ്റ് ഈസ് സിൻസീഷ്യൽ സ്പെസിഫിക്കേഷൻ. സിൻസീഷ്യൽ സ്പെസിഫിക്കേഷൻ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. യെസ്, സിൻസീഷ്യം എന്ന് പറയുന്നതിൽ നിന്ന് ഫോം ചെയ്യുന്നതാണ് എന്ത് സിൻസീഷ്യൽ സ്പെസിഫിക്കേഷൻ. ആൻഡ് സിൻസീഷ്യം എന്താ? യെസ്, ന്യൂക്ലിയർ ഡിവിഷൻ മാത്രം നടക്കുന്ന, വിതൗട്ട് സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ അല്ലെ. സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ ഇല്ലാതെ ന്യൂക്ലിയർ ഡിവിഷൻ നടക്കുന്ന കണ്ടീഷനെയാണ് നമ്മൾ സിൻസീഷ്യൽ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ്
കാരിയോകൈനസിസ് വിതൗട്ട് സൈറ്റോകൈനസിസ്, അതാണ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ദാറ്റ് ഈസ് സിൻസീഷ്യം. അപ്പം സിൻസീഷ്യൻ ഫോം ചെയ്യുന്ന സിൻസീഷ്യൽ രൂപത്തിലാണ് സ്പെസിഫിക്കേഷൻ ഉണ്ടാവുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ സിൻസീഷ്യം, അതാണ് ഈ കാരിയോകൈനസിസ് നടക്കുന്നു സൈറ്റോകൈനസിസ് ഇല്ലാതെ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ സിൻസീഷ്യം എന്ന് പറയുന്നത്. സോ അതിലുണ്ടാവുന്ന ടൈപ്പ് ഓഫ് ഡിഫറൻഷിയേഷൻ ആണ് എന്ത്? സിൻസീഷ്യൽ സ്പെസിഫിക്കേഷൻ. ഓക്കെ, സോ 4 ഓപ്ഷൻസിന്റെ മീനിങ് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉത്തരത്തിലേക്ക് പോവാം അല്ലെ. ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താ? ഏർലി എംബ്രിയോയിൽ നിന്ന് ഒരു സെറ്റ് ഓഫ് സെൽസ് റിമൂവ് ചെയ്തു, പിന്നീട് അഡൾട്ട് ആയപ്പോൾ ആ സെല്ല് ആ ഓർഗാനിസത്തിൽ ഇല്ല. അപ്പൊ എന്തായിരിക്കും ആ സ്പെസിഫിക്കേഷൻ? ഇറ്റ് ഈസ് ഓട്ടോണോമസ് സ്പെസിഫിക്കേഷൻ. ഓക്കെ, ഓട്ടോണോമസ് സ്പെസിഫിക്കേഷൻ. നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഉത്തരം ഇട്ടോട്ടോ, ഓട്ടോണോമസ് സ്പെസിഫിക്കേഷൻ. സോ ഓട്ടോണോമസ് സ്പെസിഫിക്കേഷനിൽ എന്താ പറയുന്നത്? നമ്മളുടെ സെല്ല് ഡിറ്റർമൈൻഡ് ആണ്, പ്രീ ഡിറ്റർമൈൻഡ് ആണ് ആക്ച്വലി, വിതൗട്ട് എനി ഇൻഫ്ലുവൻസ് ഓഫ് അതർ സെൽസ്. മറ്റൊരു സെല്ലിന്റെയും ഇൻഫ്ലുവൻസ് ഇല്ലാതെ സ്പെസിഫൈഡ് ആവുന്ന ടൈപ്പ് ഓഫ് സ്പെസിഫിക്കേഷനെയാണ്, അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് സെൽ ഡിഫറൻഷിയേഷനെയാണ് നമ്മൾ ഓട്ടോണോമസ് സ്പെസിഫിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, കിട്ടിയോ? നമ്മൾ ക്ലാസ് പറഞ്ഞ സമയത്ത് ഒരു എക്സ്പെരിമെന്റ് പോലെയും പറഞ്ഞിട്ടുണ്ട്, കണ്ടീഷണൽ സ്പെസിഫിക്കേഷന് അല്ലെ. നമ്മൾ അവിടെ സെല്ലിനെ കൊണ്ട് മാറ്റുന്നത്, അല്ലെങ്കിൽ ഒരു ടിപ്പിക്കൽ ഒരു ബാക്ക് സെല്ലിനെ കൊണ്ടുപോയിട്ട് ബെല്ലി സെല്ലിലോട്ടേക്ക് കൊണ്ടുപോകുന്നു. അപ്പം ഈ ബാക്ക് സെൽ എന്ന് പറയുന്നത് ഏതൊരു സെല്ലും ആയിക്കോട്ടെ, എപ്പിഡെർമൽ സെൽ ആയിക്കോട്ടെ, എപ്പിഡെർമൽ സെല്ല് ബെല്ലി റീജിയനിൽ കൊണ്ടുപോകുമെങ്കിൽ, ബെല്ലി റീജിയനിലോട്ടേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ ആ എപ്പിഡെർമൽ സെൽ എന്ന് പറയുന്നത് ബെല്ലി സെല്ലായിട്ട് മാറുന്നു. ദാറ്റ് ഈസ് കണ്ടീഷണൽ സ്പെസിഫിക്കേഷൻ. അവരവിടേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, കാരണം ഇവരെന്താ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെ, നെയ്ബറിംഗ് സെൽസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് കണ്ടീഷണൽ സ്പെസിഫിക്കേഷൻ. കിട്ടിയോ? യെസ്. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യനും സിമ്പിൾ ആയിട്ട് സെൽ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കണേ. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യനിൽ with respect to development of an organism, autonomous specification ya parayunne. Okay, autonomous specification would result in which type of development? Appo already namukku autonomous specification അറിയാം. അപ്പോ ഈ ഓട്ടോണോമസ് സ്പെസിഫിക്കേഷൻ ഏത് ടൈപ്പ് ഓഫ് ഡെവലപ്മെന്റിലേക്കാണ് കൊണ്ടുപോകുന്നത്? ഓക്കെ, നോക്കുക. അപ്പോ ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്: സിൻസീഷ്യൽ, മൊസൈക്, റെഗുലേറ്റീവ് ആൻഡ് ഡെഫിനിറ്റീവ്. അപ്പൊ നമുക്ക് ഇവരെ നോക്കാം, എന്താണ് ഇവര് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, സിൻസീഷ്യലിനെ നമുക്ക് അറിയാം അല്ലെ. സിൻസീഷ്യൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ആൻഡ് നമ്മളുടെ മൊസൈക് എന്ന് പറയുന്നത്, മൊസൈക് ഈസ് ആക്ച്വലി ബേസിക്കലി എന്ന് പറയാ ഓട്ടോണോമസ് സ്പെസിഫിക്കേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് സ്പെസിഫിക്കേഷൻ ആണ് മൊസൈക് എന്ന് പറയുന്നത്. റെഗുലേറ്റീവ് ആൻഡ് ഡെഫിനിറ്റീവ് എന്ന് പറയുന്നത് അതിൽ വരാത്തതാണ്. ദേ ആർ ദ ഡിറ്റർമൈൻഡ് ടൈപ്പ് ഓഫ് സ്പെസിഫിക്കേഷൻ ആൻഡ് ദേ റെഗുലേറ്റീവ് ആണ്. പേര് പറയുന്ന പോലെ തന്നെ റെഗുലേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ, അതായത് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഓർഡർ അനുസരിച്ചിട്ടായിരിക്കും സ്പെസിഫിക്കേഷൻ ഉണ്ടാവുക. ആൻഡ് ഡെഫിനിറ്റീവ് എന്ന് പറയുന്നത് ലൈക്ക് ഇന്ന സെല്ല് ഇന്നതായി തന്നെ മാറും എന്നുള്ള ഒരു ഡെഫിനിറ്റീവ് സ്ട്രക്ചർ ബേസ്ഡ് ആയിരിക്കും ഡെഫിനിറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഓട്ടോണോമസ് സ്പെസിഫിക്കേഷൻ ആൻഡ് മൊസൈക് ഡെവലപ്മെന്റ് നോക്കാം. ഓക്കെ, ബേസിക്കലി ഓട്ടോണോമസ് സ്പെസിഫിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൽസ് ഡിഫറൻഷിയേറ്റ് ഇൻടു സ്പെസിഫിക് ടൈപ്സ് ബേസ്ഡ് ഓൺ ദെയർ ഓൺ ഇൻട്രിൻസിക് ഫാക്ടേഴ്സ്. അപ്പൊ എന്താ ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈക്ക് ഇൻട്രിൻസിക് ഫാക്ടർ എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് ഇന്റേണൽ ആയിട്ട് ഉണ്ടാവുന്ന ഫോം ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഇൻട്രിൻസിക് ഫാക്ടേഴ്സ്. ദാറ്റ് ക്യാൻ ബി സിഗ്നൽസ് അല്ലെങ്കിൽ സിഗ്നലിംഗ് മോളിക്യൂൾസ്, എന്തും ആയിക്കോട്ടെ. ആ ഫാക്ടേഴ്സ് ആയിരിക്കും നമ്മളുടെ ഓട്ടോണോമസ് സ്പെസിഫിക്കേഷനെ ഫോം ചെയ്യിപ്പിക്കുന്നുണ്ടാവുക സെൻസ് ലൈക്ക് ആ സെല്ല് ഓട്ടോണോമസ്ലി സ്പെസിഫൈഡ് ആവണം എന്ന് തീരുമാനിക്കുന്നത് ഇൻട്രിൻസിക് ആയിട്ട് ആ സെല്ലിന്റെ ഇൻട്രിൻസിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആയിരിക്കും. ഓക്കെ, and it is often seen in the early stages of embryonic development. Yes, രണ്ടാമത്തെ ക്വസ്റ്റ്യന് ഒരു ഉത്തരവായില്ലേ. നേരത്തെ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഏർലി എംബ്രിയോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. സോ ഏർലി എംബ്രിയോ സ്റ്റേജിലായിരിക്കും ഓട്ടോണോമസ് സ്പെസിഫിക്കേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. യെസ്, ആൻഡ് ഈ ഓട്ടോണോമസ് സ്പെസിഫിക്കേഷനിലെ ഒരു
പാറ്റേൺ ആണ് ആക്ച്വലി മൊസൈക്ക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ലൈക്ക് മൊസൈക്ക് എന്ന് പറയുന്നത് നമുക്ക് അറിയാം, നമ്മൾ ബേസിക്കലി മൊസൈക്ക് എന്ന് പറയുന്ന സ്ട്രക്ചർ ഒരു ഇൻഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു മൊസൈക്ക് സ്ട്രക്ചേഴ്സ് നമ്മൾ പറയാറുണ്ട്. സോ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന മൊസൈക്ക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ മൊസൈക്ക് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അവർക്ക് ഇൻട്രിൻസിക് പ്രോപ്പർട്ടി ആണ് ഉള്ളത്. എന്താ ഇൻട്രിൻസിക് പ്രോപ്പർട്ടി? ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ആ സെല്ല് എന്താവുന്നു, സ്വന്തം ആ സെല്ലിൽ തന്നെയുള്ള സിഗ്നലിംഗ് മോളിക്യൂൾസും ആണ് എന്ത് ചെയ്യുന്നത്, ഇൻട്രിൻസിക് പ്രോപ്പർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദീസ് പ്രോപ്പർട്ടീസ് അറൈസ് ഫ്രം ദ ക്ലീവേജ് ഓഫ് ദ സെൽ with the asymmetrically expressed maternal cytoplasmic determinants. Yes, ഇവിടെയാണ് ഈ മെറ്റേണൽ സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. ആക്ച്വലി ഓട്ടോണോമസ് സ്പെസിഫിക്കേഷനിൽ വരുന്നത്, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മെറ്റേണൽ സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്തായിരിക്കും, ഓൾറെഡി നമ്മൾ ഇത് ഓട്ടോണോമസ് സ്പെസിഫിക്കേഷനിൽ പറയുന്നത് കൊണ്ട് തന്നെ പ്രീ ഡിറ്റർമൈൻഡ് ആണ് അല്ലെ, പ്രീഡിറ്റർമൈൻഡ് എന്ന് പറയുമ്പോൾ ഇവര് ഫെർട്ടിലൈസേഷന് മുന്നേ തന്നെ, ഓക്കെ, ക്ലീവേജിന് മുന്നേ തന്നെ ആക്ച്വലി സൈറ്റോപ്ലാസത്തിൽ നിന്നുള്ള സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് സൈറ്റോപ്ലാസത്തിൽ കാണുന്ന കൈൻഡ് ഓഫ് ഫാക്ടേഴ്സിനെയാണ് നമ്മൾ സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. അതായത് സൈറ്റോപ്ലാസം ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുക. ആൻഡ് ആരുടെ സൈറ്റോപ്ലാസം ആയിരിക്കും ഇത്? മെറ്റേണൽ സൈറ്റോപ്ലാസം ആണ് അല്ലെ. കാരണം സ്പേം എന്ന് പറയുന്ന ഗമേറ്റ് ഒരു സൈറ്റോപ്ലാസവും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല സൈക്കോട്ടിലോട്ടേക്ക്. ആൻഡ് ദ കംപ്ലീറ്റ് സൈറ്റോപ്ലാസം ഇസ് മെറ്റേണൽ. അപ്പൊ മെറ്റേണൽ സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻസ് തന്നെ ഓൾറെഡി എന്താണ്, ഈ ഡെവലപ്മെന്റിനെ, ഈ മൊസൈക്ക് ഡെവലപ്മെന്റിനെ എൻഹാൻസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കാരണം അവരാണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, മൊസൈക്കിസം അല്ലെങ്കിൽ ദിസ് മൊസൈക്ക് ഡെവലപ്മെന്റ് ഇൻ ഓട്ടോണോമസ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ദാറ്റ് ഈസ് മെറ്റേണൽ സൈറ്റോപ്ലാസം ആണ്. ഓക്കെ, സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻസ് ആണ്. ആൻഡ് ദാറ്റ് ഈസ് അസിമെട്രിക്കൽ സെൽ ഡിവിഷൻ. ഓക്കെ, അസിമെട്രിക് സെൽ ഡിവിഷൻ ആണ്. ആ സെൽ ഡിവിഷൻ എന്ന് പറയുന്നത് ഒരു സിമെട്രിക് ഫോമിലല്ല, ലൈക്ക് ഈക്വലൈസ്ഡ് അല്ല, ഇൻഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു അസിമെട്രിക് സെൽ ഡിവിഷൻ ആണ് അവിടെ വരുന്നത്. സോ മൊസൈക്കിസം എന്ന് പറയുന്നത്, ഓക്കെ, മെറ്റേണൽ സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനന്റ് ആണ് മൊസൈക്കിസം അല്ലെങ്കിൽ മൊസൈക്ക് ഡെവലപ്മെന്റിനെ ഇൻ ഓട്ടോണോമസ് സ്പെസിഫിക്കേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, സോ അതാണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ആൻഡ് ദ ആൻസർ വിൽ ബി വാട്ട്? മൊസൈക്ക് ഡെവലപ്മെന്റ്. ഓട്ടോണോമസ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ റിസൾട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, ഓട്ടോണോമസ് സ്പെസിഫിക്കേഷനിൽ ഒരു ടൈപ്പ് ഓഫ് ഡെവലപ്മെന്റ് ആണ് ആക്ച്വലി എന്ത്, മൊസൈക്ക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അല്ലാതെ വേറെയും ഉണ്ട്, ജനറ്റിക് മൊസൈക്കിസം, കൈമറിസം എന്ന് പറയുന്ന വേറെയും ടൈപ്പ് ഓഫ് ഓട്ടോണോമസ് സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട്. ഓക്കെ, സോ നമ്മുടെ സിലബസിൽ ആക്ച്വലി മൊസൈക്കിസം ആണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് കാണുമ്പോൾ തന്നെ കോളം എ കണ്ടാൽ തന്നെ നമുക്ക് ആക്ച്വലി ഉത്തരത്തിലേക്ക് എത്തും, ലൈക്ക് വിച്ച് പാർട്ട് ആണെന്ന് മനസ്സിലാവും. ദാറ്റ് ഈസ് ഗ്യാസ്ട്രുലേഷൻ ആണ്. ഓക്കെ, ഗ്യാസ്ട്രുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്ന ഗ്യാസ്ട്രുലേഷൻ, നമ്മൾ പഠിച്ച ഗ്യാസ്ട്രുലേഷൻ എന്ന് പറയുന്നത്, ടൈപ്പ് ഓഫ് ഗ്യാസ്ട്രുലേഷൻ അല്ലെങ്കിൽ പ്രോസസ് ഓഫ് ഗ്യാസ്ട്രുലേഷൻ എന്ന് പറയുന്നത് ഇൻവാജിനേഷൻ, ഇൻവൊല്യൂഷൻ, ഇൻഗ്രഷൻ ആൻഡ് എപ്പിബോളി. ഇവര് 4 പേര് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഡെലമിനേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ബട്ട് ഹിയർ ബാക്കി 3 പേരും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 4ാമത്തെ ആളെയും കിട്ടുമല്ലോ. സോ അപ്പൊ നമുക്ക് അതിന്റെ പോയിന്റും കിട്ടും. ഓക്കെ, യെസ്. അപ്പോ കോളം എയില് പ്രോസസ് അല്ലെങ്കിൽ ആ ടൈപ്സ് ഓഫ് ഗ്യാസ്ട്രുലേഷനെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് കോളം ബിയിൽ അതിന്റെ ഡെഫിനിഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കോളം ബിയിൽ ഡെഫിനിഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. കോളം സിയിൽ എക്സാമ്പിൾ ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, യെസ്. അപ്പൊ നോക്കുക, ഇത് മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്ന് നോക്കിയാൽ മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന്. 1 മിനിറ്റ് തരാം, ഒന്ന് വേഗം മാച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ, നമ്മൾ ഡിസ്കഷൻ അല്ലേ പറഞ്ഞിട്ടുള്ളത്, സോ 1 വേ ആവണ്ടല്ലോ. ഓക്കെ, സോ ഉത്തരം കിട്ടിയില്ലേ എല്ലാവർക്കും? ഏതൊക്കെയാ വരിക എന്നുള്ളത്? ഓക്കെ, സോ ഇൻവാജിനേഷൻ, ആദ്യം പറയുന്നത് ഇൻവാജിനേഷൻ ആണ്. അപ്പൊ ഇൻവാജിനേഷൻ എന്ന് പറയുന്നത് എന്താ? ഇൻവാജിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഫോൾഡിങ് ഓഫ് എന്താ, എപ്പിത്തീലിയം ആണ്. ഇൻഫോൾഡിങ് ഓഫ് എ ഷീറ്റ് ഓഫ് സെൽസ് മച്ച് ലൈക്ക് ടു ബി intention of a soft rubber ball when it is popped. ഇതാണ് ആക്ച്വൽ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഇൻവാജിനേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ പുറത്തുള്ള ഒരു സെൽസ്, എപ്പിത്തീലിയൽ സെൽസ്, ഓക്കെ, എപ്പിത്തീലിയൽ സെൽസ് എന്ത് ചെയ്യുന്നു,
ഇൻവേഡ് ചെയ്യുന്നു, ഉള്ളിലോട്ടേക്ക് ഇൻവേഡ് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ്, അല്ലെങ്കിൽ ഇൻഫോൾഡിങ് ഓഫ് എ ഷീറ്റ്. ആ ഷീറ്റ് എന്ന് പറയുന്നത് എപ്പിത്തീലിയൽ സെൽസ് ആണ്. ഓക്കെ, നമ്മൾ അതിനൊരു പറയുന്നതാണ് മച്ച് ലൈക്ക് ടു ബി ലൈക്ക് ദ ഇന്റൻഷൻ ഓഫ് എ സോഫ്റ്റ് റബ്ബർ ബോൾ വെൻ ഇറ്റ് ഈസ് പോക്ഡ്. ഒരു റബ്ബർ ബോൾ നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ അതിന് ഉള്ളിലോട്ടേക്ക് ഇങ്ങനെ പൊക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ അമർത്തി കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് കുഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണോ അത് മൂവ് ചെയ്യുന്നത്, ആ പ്രോസസ്സാണ്, അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ആണ് എന്ത്, ഇൻവാജിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻഫോൾഡിങ് ഓഫ് എപ്പിത്തീലിയം. ബേസിക് ആയിട്ട് അത്ര തന്നെയാണ് അതിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇൻവാജിനേഷൻ കറക്റ്റ് ആയിട്ട് കോളം ബിയിൽ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ, മാച്ച് ചെയ്യുകയാണെങ്കിൽ ഇൻഫോൾഡിങ് ഓഫ് എപ്പിത്തീലിയം. ഇൻവാജിനേഷൻ എപ്പിത്തീലിയൽ ലെയേഴ്സ് ആയിരിക്കും വരുന്നത്. ഓക്കെ, എപ്പിത്തീലിയൽ ലെയേഴ്സ്. ആൻഡ് എക്സാമ്പിൾ ആർക്കാ? എക്സാമ്പിൾ ഇൻവാജിനേഷനിൽ കാണുന്നത് സീ ഏർച്ചിന്റെ എൻഡോഡേംസ് ആണ്. ഓക്കെ, സോ എൻഡോഡേം ഇൻ സീ ഏർച്ചിൻ, എൻഡോഡേം ഇൻ സീ ഏർച്ചിൻ. സോ അതാണ് കോളം സി ആയിട്ട് മാച്ച് ചെയ്യാം. ഓക്കെ, യെസ്. സോ ഇൻവാജിനേഷൻ, ഇറ്റ്സ് ഇൻഫോൾഡിങ് ഓഫ് എപ്പിത്തീലിയം ആൻഡ് എൻഡോഡേം ഇൻ സീ ഏർച്ചിൻ. നെക്സ്റ്റ് ഇറ്റ് ഈസ് ഇൻവൊല്യൂഷൻ. ഇൻവൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? യെസ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻവല്യൂഷൻ എന്ന് പറയുന്നത് ഇൻവേർഡ് മൂവ്മെന്റ് ഓഫ് എക്സ്പാൻഡിങ് ഓഫ് ഔട്ടർ ലെയേഴ്സ്. യെസ്, അതായത് ഇൻവാജിനേഷൻ എന്ന് പറയുമ്പോൾ എപ്പിത്തീലിയൽ സെൽസിന്റെ ഇൻഫോൾഡിങ് നടന്നു. ഇൻഫോൾഡിങ് ആണ് നമ്മളിപ്പം ഇൻഫോൾഡിങ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫോൾഡ്, ഉള്ളിലോട്ടേക്ക് ഫോൾഡ് ചെയ്ത് പോകുന്ന പോലെ. പക്ഷെ ഇൻവല്യൂഷൻ എന്ന് പറയുമ്പോൾ മൂവ്മെന്റ് നടക്കുന്നുണ്ട്. ലൈക്ക് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഓരോ സെല്ലും ഇങ്ങനെ ഇൻവേർഡ് ആയിട്ട് മൂവ്മെന്റ് നടക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഔട്ടർ ലെയറിനെ എക്സ്പാൻഡ് ചെയ്യുന്ന രീതിയിലാണ്. ഓക്കെ, ഔട്ടർ ലെയറിനെ എക്സ്പാൻഡ് ചെയ്യുന്ന രീതിയിലാണ്. സോ expanding outer layer so that it spreads over the internal surface of the remaining external cells. Yes, complicated ആക്കരുത്. ഇൻവേർഡ് മൂവ്മെന്റ് ആണ് ഇൻവല്യൂഷൻ എന്ന് പറയുന്നത്. ആ ഇൻവേർഡ് മൂവ്മെന്റിലൂടെ എന്ത് ചെയ്യുന്നു? സെല്ല് ഔട്ടർ ലെയർ, കാരണം പുറത്തുള്ള ലെയേഴ്സിലാണ് ആക്ച്വലി ഇൻവല്യൂഷൻ നടക്കുന്നത്. ഓക്കെ, പുറത്തുള്ള ലെയേഴ്സിലാണ്. അപ്പൊ ഇൻവല്യൂഷൻ നടക്കുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യുന്നു? ആ പുറത്തെ ലെയറിനെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ഒരു സെൽ എടുക്കുകയാണെങ്കിൽ, ഒരു സെല്ലിനെ കൊണ്ടുവരാണെങ്കിൽ ഇവിടെ സെൽ മൂവ്മെന്റ് നടക്കുന്നത്, ഓക്കെ, സെൽ മൂവ്മെന്റ് നടക്കുന്നത് ഇവിടെ വെച്ചിട്ട് ഇവിടത്തേക്കാണ് സെൽ മൂവ്മെന്റ് നടക്കുക. ഓക്കെ, സെൽ മൂവ്മെന്റ് നടക്കുക ഇങ്ങനെയാണ് മൂവ്മെന്റ് നടക്കുക. അപ്പം എക്സ്റ്റേണൽ സർഫസുമായിട്ട്, ഓക്കെ, ദാറ്റ് മീൻസ് ഇന്റേണൽ സർഫസിനെ സ്പ്രെഡ് ഔട്ട് ചെയ്യുന്നുണ്ട് ബാക്കി വരുന്ന എക്സ്റ്റേണൽ സർഫസ്. ഓക്കെ, കാരണം ഇവിടെ നിന്നാണ്, ഈ പുറത്തുനിന്നാണ് ആക്ച്വലി സെല്ല് മൂവ് ചെയ്യുന്നത്, ഇങ്ങനെ പോകുന്നത്. ആൻഡ് അതേസമയം ഇൻവാജിനേഷൻ എന്ന് പറയുമ്പോൾ ഒരു സെല്ല് മൂവ് ചെയ്യുന്നത് നോക്കുക, ഇതൊരു സെല്ലാണെങ്കിൽ നേരെ ഒരു ഫോൾഡിങ് ആണ് നടക്കുന്നത്. ഓക്കെ, നേരെ ഒരു ഫോൾഡിങ്, ഇതാണ് ഇൻവാജിനേഷൻ എന്ന് പറയുന്നത്. സോ ഇൻഫോൾഡിങ് ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ഇൻഫോൾഡിങ് ആണ് അവിടെ നടക്കുന്നത്. ഇൻവൊല്യൂഷന്റെ സമയത്ത് എന്ത് നടക്കുന്നു? ഇവര് ഇൻവേർഡ് മൂവ്മെന്റ് ഓഫ് എക്സ്പാൻഡിങ് ഔട്ടർ ലെയർ സോ ദാറ്റ് ഇറ്റ് സ്പ്രെഡ്സ് ഓവർ ദ ഇന്റേണൽ സർഫസ് ഓഫ് റിമൈനിങ് എക്സ്റ്റേണൽ സർഫസ്. ഇതിന്റെ ഈ പുറത്തുനിന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഈ പുറത്തുള്ള ബാക്കിയുള്ള, അതായത് ഇവിടെയുള്ള സെല്ലാണ് ആക്ച്വലി ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നത്. അപ്പം ബാക്കിയുള്ള എക്സ്റ്റേണൽ സർഫസുമായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരിലോട്ടേക്ക് സ്പ്രെഡ് ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? മൂവ്മെന്റ് മനസ്സിലായോ? യെസ്. ആൻഡ് ആർക്കാണ് ഇൻവല്യൂഷൻ കാണാൻ പറ്റുക? ഇൻവല്യൂഷൻ കാണുന്നത് ആംഫീബിയൻ മീസോഡേംസ് ആണ്. ഓക്കെ, ആംഫീബിയൻ മീസോഡം മിഡിൽ ലെയർ ആണ്, മിഡിൽ ലെയർ ജേം ലെയർ ആണ് എന്ത് ആംഫീബിയൻ മീസോഡം എന്ന് പറയുന്നത്. അവർക്കാണ് എന്ത് കാണാൻ പറ്റുന്നത്? ഇൻവല്യൂഷൻ കാണാൻ പറ്റുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, യെസ്. നെക്സ്റ്റ് ഇറ്റ് ഈസ് ഇൻഗ്രഷൻ. ഇൻഗ്രഷനും നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തതാണ്. ഇൻഗ്രഷൻ വരുന്നത്, ഇൻഗ്രഷൻ എന്ന് പറയുമ്പോൾ പഠിക്കാനുള്ള എളുപ്പത്തിന് ഇൻഗ്രഷൻ ആൻഡ് മൈഗ്രേഷൻ. ഓക്കെ, ഇൻഗ്രഷൻ ആൻഡ് മൈഗ്രേഷൻ എന്ന് പറയും. ദാറ്റ് ഈസ് മൈഗ്രേഷൻ ഓഫ് ഇൻഡിവിജ്വൽ സെൽസ് ഫ്രം സർഫസ് ഇൻടു ഇന്റീരിയർ ഓഫ് ദി എംബ്രിയോ. ഇവിടെ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ഓരോ മൂവ്മെന്റും രണ്ട് സെല്ലും അല്ലെങ്കിൽ ഒരു കൂട്ടം സെല്ല് ഇങ്ങനെ മുട്ടിമുട്ടിയിട്ടാ പോവുക. ഓക്കെ, പക്ഷേ
ഇൻഗ്രഷൻ എത്തിക്കഴിഞ്ഞാൽ സെൽ അങ്ങനെ ഒന്നിച്ചു പോകണമെന്ന് ഒരു നിർബന്ധവും. ഓക്കെ, സെൽ അങ്ങനെ ഒന്നിച്ചു പോകണമെന്ന് ഒരു നിർബന്ധവും. അവരെങ്ങനെയാ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോ ഔട്ടർ ലെയർ സെൽസ് ആണെങ്കിൽ ഇവരിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് പോകും. ഓക്കെ, ഇവരിങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് പോകും. ലൈക്ക് ഇവർ ഉള്ളിലോട്ടേക്കാ പോകുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ മൈഗ്രേഷൻ ഓഫ് ഇൻഡിവിജ്വൽ സെൽസ്. ഓരോ സെല്ലും ആണ് പോവുക. ഇവിടെ നമ്മൾ അങ്ങനെയല്ല പറഞ്ഞത്. ഇവിടെ നമ്മൾ ഈ ഗ്രൂപ്പ് ഓഫ് സെൽസ് ഒന്നിച്ചാ പോകുന്നത്. ഓക്കെ, സോ ഇൻഗ്രഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ മൈഗ്രേഷൻ ഓഫ് ഇൻഡിവിജ്വൽ സെൽസ് ഫ്രം സർഫസ് എന്നാ പോവുക. ഓക്കെ, ഈ സർഫസിൽ നിന്ന് ഉള്ളിലോട്ടേക്കാണ് അവർ പോകുന്നത്. ഓക്കെ, ഇന്റീരിയർ ഓഫ് ദ എംബ്രിയോ. ആൻഡ് ഇതിന് എക്സാമ്പിൾ വരുന്നത് മീസോഡം ഓഫ് സിയോച്ചിൻ ആണ്. സിയോച്ചിൻ മീസോഡം. അതുപോലെ തന്നെ ഡ്രോസോഫിലിയയില് ന്യൂറോബ്ലാസ്റ്റും വരുന്നുണ്ട്. ഓക്കെ, അത് ഒന്ന് ആഡ് ഓൺ ചെയ്തോ. ഡ്രോസോഫിലിയയിലെ ന്യൂറോബ്ലാസ്റ്റും അവരും ഇൻഗ്രഷൻ ആണ്. ഓക്കെ, ഇൻഗ്രഷൻ. യെസ്, ഡെലമിനേഷൻ അവിടെ കേട്ടെ. എപ്പിബോളി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് എന്തായിരിക്കും എപ്പിബോളി എന്ന് പറയുന്നതും എന്താ, ഇറ്റ് ഈസ് ദ മൂവ്മെന്റ് ഓഫ് എപ്പിത്തീലിയൽ ഷീറ്റ്സ്. ഓക്കെ, എപ്പിത്തീലിയൽ സെൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി എക്ടോഡെർമൽ സെൽസ് ആയിരിക്കും. എപ്പിബോളി വഴി പോകുന്നത് എക്ടോഡെർമൽ സെൽസ് ആയിരിക്കും. ആസ് എ യൂണിറ്റ് ടു എൻക്ലോസ് ഡീപ്പർ ലെയേഴ്സ് ഓഫ് ദി എംബ്രിയോ. ഓക്കെ, അതായത് ഇവരെന്ത് ചെയ്യുന്നു, ഈ എംബ്രിയോന്റെ ഉള്ളിലോട്ടേക്ക്, എപ്പിബോളി പറയുമ്പോൾ ഈ മൂവ്മെന്റ്, ഈ സെൽസ് കംപ്ലീറ്റ് എംബ്രിയോന്റെ ഡീപ്പർ ലെയേഴ്സിലോട്ടേക്കാണ് പോവുക. ഓക്കെ, സെൽസ് ആസ് എ യൂണിറ്റ് ടു എൻക്ലോസസ് ഡീപ്പർ ലെയേഴ്സ് ഓഫ് ദ എംബ്രിയോ. ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ ഈ പറഞ്ഞ കൈൻഡ് ഓഫ് ഇൻവല്യൂഷൻ പോലെ തന്നെയാണ്. പക്ഷെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിന്റെ ഇന്റേണൽ സർഫസിലോട്ടേക്ക്, ലൈക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഡീപ്പർ ലെയേഴ്സ് ഇത്രയും ആയിരിക്കും അവരുടെ മൂവ്മെന്റ് നടക്കുക. ലൈക്ക് മീൻസ് ഇതൊക്കെ സെല്ലാണ്. ഇവിടെയൊക്കെ കാണുന്നത് സെല്ലിങ്ങനെ കൂടി കാണുന്നതാണ്. ഓക്കെ, സോ അത്രയും ഡീപ്പർ ലെയേഴ്സിലോട്ടേക്ക്, എംബ്രിയോയുടെ ഡീപ്പർ ലെയേഴ്സിലേക്ക് എൻക്ലോസ് ചെയ്യുന്നതാണ് എന്ത്, എപ്പിബോളി എന്ന് പറയുന്ന മൂവ്മെന്റ്. സോ ദിസ് ഇസ് ദ മൂവ്മെന്റ് ഓഫ് എപ്പിത്തീലിയൽ സെൽസ് ആസ് എ യൂണിറ്റ് ടു എൻക്ലോസ് ഡീപ്പർ ലെയേഴ്സ് ഓഫ് ദി എംബ്രിയോസ്. ഓക്കെ, യെസ്. ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ectoderm of sea urchin ആണ്. ഓക്കെ, ectoderm of sea urchin ആൻഡ് ആംഫിബിയൻസിന്റെ എക്ടോഡേമും അതിൽ വരും. ഓക്കെ, ആംഫിബിയൻസിന്റെ എക്ടോഡേം ഫോർമേഷൻ, എല്ലാ എക്ടോഡേം ഫോർമേഷൻ ആക്ച്വലി അതാണ് പറഞ്ഞിട്ടുള്ളത് നമ്മള്. യൂഷ്വലി ഈ എപ്പിത്തീലിയൽ സെൽ എന്ന് പറയുന്നത് എക്ടോഡേമൽ സെൽസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ട്യൂണിക്കേറ്റ്സിന്റെയും എക്ടോഡേമൽ സെൽസ് വരും. ഓക്കെ, സോ എക്ടോഡേം ഫോർമേഷൻ ഇൻ സീ urchin, ട്യൂണിക്കേറ്റ്സ് ആൻഡ് ആംഫിബിയൻസ്. ഇതാണ് എപ്പിബോളി. ഓക്കെ, എപ്പിബോളി എന്ന് പറയുന്നത്. കിട്ടിയോ? യെസ്. അപ്പോ ഇനി ഡെലമിനേഷൻ ഈസി അല്ലേ? ബാക്കി ഡെലമിനേഷനിൽ പറയാത്ത ഓപ്ഷൻ എടുത്താൽ മതി. അതേതാ? സ്പ്ലിറ്റിംഗ് ഓഫ് വൺ സെല്ലുലാർ ഷീറ്റ് ഇൻടു 2 പാരലൽ ഷീറ്റ്സ്. അതായത് നമ്മളുടെ ഒരു സെല്ലുലാർ ഷീറ്റ് ആയിട്ടാണ് ഇവരും പോകുന്നത്, ഇൻഡിവിജ്വൽ ആയിട്ടല്ല. ഒരു ഷീറ്റ് ഓഫ് സെൽ ആയിട്ടാണ് പോകുന്നത്. അതെന്ത് ചെയ്യുന്നു? പാരലൽ ആയിട്ട് പോകുന്നു. ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു സെൽ എടുക്കുകയാണെങ്കിൽ ഈ ലെയർ ഓഫ് സെല്ലിന് പാരലൽ ആയിട്ട് ഒരുപാട് സെല്ലിങ്ങനെ ഫോം ചെയ്യും. ഓക്കെ, ആ ലെയർ ഓഫ് സെല്ലിന് പാരലൽ ആയിട്ടാണ് സെൽ ലെയർ ഫോം ചെയ്യുന്നത്. ഓക്കെ, ആക്ച്വലി ഇവര് ഇൻഗ്രഷനെ റിസംബിൾ ചെയ്യും. ഓക്കെ, ഇൻഗ്രഷനെ റിസംബിൾ ചെയ്യാറുണ്ട്. ഇൻഗ്രഷൻ എന്ന് പറയുമ്പോൾ മൈഗ്രേഷൻ ഓഫ് ഇൻഡിവിജ്വൽ സെൽസ് ഫ്രം സർഫസ് ഇൻടു ഇന്റീരിയർ ഓഫ് ദ എംബ്രിയോ പറഞ്ഞ പോലെ അതിനെ റിസംബിൾ ചെയ്യും. ബട്ട് ആക്ച്വലി അതല്ല. കാരണം ഇവരെന്ത് ചെയ്യുന്നുണ്ട്, എപ്പിത്തീലിയൽ ഷീറ്റ് ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, അവര് ഇൻഗ്രഷൻ എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽ സെല്ലായിട്ട് അവിടെ പാരലൽ ഷീറ്റ്സ് പോലെ ഫോം ചെയ്യാം. പാരലൽ ഷീറ്റ്സ് അല്ല, പാരലൽ ആയിട്ട് ഓരോ സെൽസും അറേഞ്ച് ചെയ്യാം. പക്ഷെ ഡെലമിനേഷനിൽ അങ്ങനെയല്ല. അവരെന്തായിട്ടാ പോകുന്നത്? ഒരു എപ്പിത്തീലിയൽ ഷീറ്റ് ഓഫ് സെൽസ് ആയിട്ടാണ് അവർ പോകുന്നത്. ഓക്കെ, ആൻഡ് അതിന് എക്സാമ്പിൾ ഇറ്റ് ഈസ് ഹൈപ്പോബ്ലാസ്റ്റ് ഫോർമേഷൻ ഇൻ ബേർഡ്സ്. ഓക്കെ, ഹൈപ്പോബ്ലാസ്റ്റ് ഫോർമേഷൻ ഇൻ ബേർഡ്സ് ആണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഗാസ്ട്രുലേഷൻ. ആക്ച്വലി ഗാസ്ട്രുലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിന് ഈ കോളം മാത്രം, ഈ ഒരു മാച്ച് ദ ഫോളോയിങ് മാത്രമേ വരുള്ളൂ. ലൈക്ക് മാച്ച് ദ ഫോളോയിങ് ഇൻ സെൻസ് ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഗാസ്ട്രുലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിന് വരത്തുള്ളൂ. ഓക്കെ, കാരണം ഇത് അതിന്റെ ഫുൾ ഡീറ്റെയിലുമായി.
വേറെ ഒന്നും ഇതിൽ നിന്ന് അധികം ഗാസ്ട്രുലേഷൻ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, യെസ്. അതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുന്നതാണ് ആ 3 ആൾക്കാർ. മെയിൻ ആയിട്ടുള്ള മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇൻവാജിനേഷൻ, ഇൻഗ്രഷൻ ആൻഡ് ഇൻവല്യൂഷൻ. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇത് ടെക്സ്റ്റ് ബുക്കിലെ ഒരു ഡെഫിനേഷൻ ആണ്. അപ്പോൾ ഇത് വേണമെന്നില്ല, നിങ്ങൾ ഓൾറെഡി ഈ ഡെഫിനേഷൻ നോക്കിയാൽ മതി. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The cells of inner cell mass of blastocyst stage mammalian embryo are totipotent, pluripotent, unipotent and multipotent. Okay. ഇതും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ടോട്ടിപോട്ടന്റ് എന്താ, പ്ലൂറിപോട്ടന്റ് എന്താ, യൂണിപോട്ടന്റ് എന്താ, മൾട്ടിപോട്ടന്റ് എന്താന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഓൾറെഡി, ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആൻഡ് we can go for what is inner cellular mass. Inner cell mass. Okay, ICM. Okay, നോക്കാം. ICM എന്ന് പറയുന്നത് ബ്ലാസ്റ്റോസീൽ എന്താ, ബ്ലാസ്റ്റോസിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമ്മളുടെ സൈഗോട്ട് ക്ലീവ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, സൈഗോട്ട് ക്ലീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന ദാറ്റ് ക്ലീവേജിന്റെ റിസൾട്ട് ആയിട്ട് ഒരുപാട് ബ്ലാസ്റ്റോമിയേഴ്സ് ഇങ്ങനെ ഫോം ചെയ്യും. അങ്ങനെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ആഫ്റ്റർ 8 സെൽ 16 സെൽ സ്റ്റേജ് കഴിഞ്ഞാൽ ഈ ബ്ലാസ്റ്റോമിയറിന്റെ അല്ലെങ്കിൽ ഈ ബ്ലാസ്റ്റോമിയറിന്റെ ഇടയിൽ ഒരു ക്യാവിറ്റി ഫോം ചെയ്യും. ആൻഡ് ദാറ്റ് ക്യാവിറ്റി ഈസ് നോൺ ആസ് ബ്ലാസ്റ്റോസീൽ. ഓക്കെ, അപ്പൊ ഈ ക്യാവിറ്റിയിലാണ് ആക്ച്വലി എന്തുണ്ടാവുന്നത്, ലേറ്റർ ഓൺ പിന്നീടാണ് ഈ ബ്ലാസ്റ്റുലേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗാസ്ട്രുലേഷൻ നടക്കുന്നു. ഓക്കെ, സെല്ലൊക്കെ ഡിഫറൻഷിയേറ്റഡ് ആവുന്നു. ഓക്കെ, അപ്പോൾ ബ്ലാസ്റ്റോസീൽ എന്ന് പറയുന്ന സ്ട്രക്ചർ പിന്നീട് അതിനെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ബട്ട് സ്റ്റിൽ ഈ ബ്ലാസ്റ്റോസീൽ എന്ന് പറയുന്ന സ്ട്രക്ചറിന് ഇൻസൈഡ് ആയിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും, ICM കാണാൻ പറ്റും. ഓക്കെ, ICM, ദാറ്റ് ഈസ് ഇന്നർ സെൽ മാസ്. ഓക്കെ, yes. And the ICM is also known as the embryoblast during the early stage of mammalian development. Yes, ICM എന്ന് പറയുന്നതാണ് എന്ത്, എംബ്രിയോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ എംബ്രിയോ ആയിട്ട് ഫോം ചെയ്യുന്നത് ദിസ് ICM പാർട്ടായിരിക്കും. ICM പാർട്ടാണ്, കാരണം ഇതിന് ചുറ്റും 2 സ്റ്റേജ് ഉണ്ടോ, ഒന്ന് ട്രോഫോബ്ലാസ്റ്റ് ആണ് ആക്ച്വലി, ആൻഡ് ദെൻ ഈസ് ഇന്നർ സെൽ മാസ്. അപ്പോൾ ഇതിൽ ICM എന്ന് പറയുന്നത് ലേറ്റർ ഓൺ ലൈക്ക് ഇൻ ഫ്യൂച്ചർ എംബ്രിയോ ഡെവലപ്മെന്റ് ആവുമ്പോൾ ദാറ്റ് എംബ്രിയോ ഈസ് ഫോം ഫ്രം ICM. ഓക്കെ, എംബ്രിയോ ഈസ് ഫോം ഫ്രം ICM. അപ്പോൾ ദാറ്റ് ഈസ് ICM ഈസ് ഓൾസോ നോൺ ആസ് എംബ്രിയോബ്ലാസ്റ്റ്. ഓക്കെ, എംബ്രിയോബ്ലാസ്റ്റ് ഏർലി സ്റ്റേജിൽ കാണുന്ന സ്ട്രക്ചർ ആണ് ഇവരൊക്കെ, ബ്ലാസ്റ്റോസീലും ബ്ലാസ്റ്റുലയും ഒക്കെ. അപ്പോൾ ഏർലി സ്റ്റേജിൽ എംബ്രിയോബ്ലാസ്റ്റ് എന്ന് നമുക്ക് ആരെ പറയാം, ICM-നെ പറയാം. ഓക്കെ, ICM-നെ പറയാം. ആൻഡ് ദ ICM cells are pluripotent. ഓക്കെ, ICM cells are pluripotent. അപ്പോൾ നമ്മൾ എംബ്രിയോണിക് സ്റ്റേജിലാണ് നമ്മൾ ടോട്ടിപൊട്ടൻസി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ICM പ്ലൂറിപൊട്ടന്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ICM-നെ ഏത് ടൈപ്പ് ഓഫ് സെൽസും ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ഏത് ടൈപ്പ് ഓഫ് സെൽസും ഫോം ചെയ്യാൻ പറ്റും. സോ വി ക്യാൻ കോൾ ICM എന്ന് പറയുന്നത്, ഇന്നർ സെൽ മാസ് എന്ന് പറയുന്നത് പ്ലൂറിപൊട്ടന്റ് ആൻഡ് മാസ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജ് എന്നും കൂടി പറയുന്നുണ്ട് അല്ലെ. അതാണ് ഡിഫറൻസ് വരുന്നത്. ഇന്നർ സെൽ മാസ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജ്, ദാറ്റ് മീൻസ് എന്ത്, പ്ലൂറിപൊട്ടൻസി. അപ്പൊ നേരത്തെ ഞാൻ ടോട്ടിപൊട്ടൻസി പറയുന്നത്, ടോട്ടിപൊട്ടൻസി ഇവിടെ വരുന്നുണ്ട്, കാരണം ടോട്ടിപൊട്ടൻസിക്കും ഏതുമായി മാറാം. പക്ഷെ ടോട്ടിപൊട്ടൻസി എന്ന് പറയുന്നത് എംബ്രിയോണിക് സ്റ്റേജിൽ കാണുന്നതാണ്. ഓക്കെ, സോ ദിസ് ഈസ് ICM ആൻഡ് ദേ ക്യാൻ ഡിഫറൻഷിയേറ്റ് ഇൻ ടു ഓൾ സെൽ ടൈപ്സ് ഇൻ ദ ബോഡി. ഏത് സെൽ ടൈപ്പ് ആവാനും ആർക്ക് പറ്റും, ICM-ന് പറ്റും, ബിക്കോസ് ദേ ആർ പ്ലൂറിപൊട്ടന്റ്. ഓക്കെ, അപ്പൊ ഇവരുടെ പ്ലൂറിപൊട്ടൻസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ജീൻസ്, പ്ലൂറിപൊട്ടൻസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ജീൻസ് എന്ന് പറയുന്ന ഈ ജീൻസിനെ 4 ജീൻസിനെ ഓർത്ത് വെക്കുക. OCT4, REX1, NANOG ആൻഡ് SOX2. ഓക്കെ, OCT4 നമ്മള് മെമേലിയൻ ഡെവലപ്മെന്റ് സമയത്ത് നമ്മൾ എന്താ മെൻഷൻ ചെയ്യുന്ന ആൾക്കാരാണ് OCT4, REX1, NANOG ആൻഡ് SOX2. അപ്പൊ ഈ ജീന്റെ പേര് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, തൽക്കാലം ഈ ജീന്റെ പേര് മാത്രം പഠിക്കുക. OCT4, NANOG, SOX2 ആൻഡ് REX1. ഈ 4 ജീൻസിന്റെ ഇൻഫ്ലുവൻസിലാണ് ആക്ച്വലി ICM സെല്ല് പ്ലൂറിപൊട്ടൻസി. കാരണം ഇവ സെല്ലിന് എന്തും ആവാം, എന്ത് ഫേറ്റും ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്
ഈ 4 ജീൻസ് ആണ്. ഓക്കെ, and the ICM cells differentiate into the epiblast and primitive endoderm lineage. എന്ന് വെച്ചാൽ എന്താ, ദാറ്റ് മമേലിയൻസ് ഡെവലപ്മെന്റ് സമയത്ത് കാണുന്ന ആൾക്കാരാണ് ദിസ് എപ്പിബ്ലാസ്റ്റ്, ഹൈപ്പോബ്ലാസ്റ്റ് ഒക്കെ. ഓക്കെ, അപ്പം ICM എന്ന് പറയുന്നത് എപ്പിബ്ലാസ്റ്റും അതുപോലെ തന്നെ പ്രിമിറ്റീവ് എൻഡോഡേം, ലൈക്ക് എൻഡോഡേം എന്ന് പറയുന്ന ജേം ലെയറിനെ അതിന്റെ പ്രിമിറ്റീവ് ഫോമും ആരാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? ICMൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, യെസ്, ദ എപ്പിബ്ലാസ്റ്റ് ക്രിയേറ്റ്സ് ദ എംബ്രിയോ. അപ്പം ഇതിലുള്ള എപ്പിബ്ലാസ്റ്റ് സെൽ, ICMൽ കാണുന്ന 2 ടൈപ്പ് ഓഫ് സെൽസ് ആണ്, എപ്പിബ്ലാസ്റ്റ് ആൻഡ് പ്രിമിറ്റീവ് എൻഡോഡേം ലീനിയേജസ്. ഇറ്റ് ഫോംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എപ്പിബ്ലാസ്റ്റ് എന്ന് പറയുന്നത് എംബ്രിയോനെ ഫോം ചെയ്യുന്നു, അതേപോലെ തന്നെ പ്രിമിറ്റീവ് എൻഡോഡേം എന്ന് പറയുന്നത് യോഗ് സാക്കിനെ ഫോം ചെയ്യുന്നു. ഓക്കെ, യോഗ് സാക്കിനെ, കാരണം അവിടെ എന്തായാലും ലൈക്ക് ഈവൻ ദോ മൈക്രോലെസിത്തൽ എഗ് ആയിരിക്കും, ബട്ട് സ്റ്റിൽ ഒരു യോഗ് സാക്ക് അവിടെ ഉണ്ടാവും അല്ലെ, യോഗ് സാക്ക് ഉണ്ടാവും. സോ ഈ യോഗ് സാക്ക് എന്ന് പറയുന്നത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പ്രിമിറ്റീവ് എൻഡോഡേം ആണ്. പ്രിമിറ്റീവ് എൻഡോഡേം എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ ഇവർ എൻഡോഡേം ആണ്, പക്ഷെ അവരുടെ ഏർലി സ്റ്റേജിൽ അവർ ലൈക്ക് പ്രിമിറ്റീവ് എൻഡോഡേം ആണ്. ആ സെൽ മുഴുവൻ എൻഡോഡേം ആയിട്ട് മാറേണ്ടവർ തന്നെയാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പ്രിമിറ്റീവ് അല്ലെങ്കിൽ പ്രിസംറ്റീവ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിരുന്നു. ഇന്നർ സെൽ മാസ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജ് ഓഫ് മെമേലിയൻ എംബ്രിയോ ആർ, എന്താണ് അവരുടെ പൊട്ടൻസി? ദ ആൻസർ ഈസ് പ്ലൂറിപൊട്ടന്റ്. ഓക്കെ, അപ്പോൾ ഇന്നർ സെൽ മാസ് പറഞ്ഞത് കൊണ്ടാണ് ഇന്നർ സെൽ മാസിനെ കുറിച്ചിട്ട് അവിടെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തത്. ഓക്കെ ആണോ? ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഹലോ, ഒരു റെസ്പോൺസ് ആരെങ്കിലും തരുമോ? ഹലോ, ഓക്കെ. So next question, that is centrolecital eggs shows. Okay, centrolecital egg shows. Centrolecital egg എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി എഗ്ഗിന്റെ ടൈപ്പ് ഓഫ് എഗ്സ് ബേസ്ഡ് ഓൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ക്ലീവേജ് ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? യെസ്, അത് ഓർമ്മയുണ്ടെങ്കിൽ ഈ കാര്യം കിട്ടും, centrolecital eggs. ഇപ്പൊ എന്താ centrolecital eggs? യെസ്, the centrolecital egg എന്ന് പറയുമ്പോൾ എഗ്സ് ഹാവ് എ യോക്ക്. അത് നമുക്കറിയാം. ഒരു എഗ്ഗിന് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ വെജിറ്റൽ പോളും അതിന്റെ ആനിമൽ പോളും ആണ് അല്ലെ? യെസ്, അങ്ങനെയാണെങ്കിൽ അതിന്റെ വെജിറ്റൽ പോൾ അതാണ് യോക്കായിട്ട്, അല്ലെങ്കിൽ യോക്ക് സാക്കും യോക്കും എക്സ്റ്റേണൽ ആയിട്ടുള്ള എക്സ്ട്രാ എംബ്രിയോണിക് സ്ട്രക്ചേഴ്സ് ഒക്കെ വരുന്നത് ആ ഭാഗത്തു നിന്നാണ്. സോ ദാറ്റ് വെജിറ്റൽ റീജിയൻ, ഓക്കെ, അതിനെയാണ് നമ്മൾ യോക്ക് എന്ന് പറയുന്നത്. ആ യോക്ക് ഒരു എഗ് സെല്ലിന്റെ സെന്റർ പാർട്ടിലാണ് കാണുന്നതെങ്കിൽ, ഓക്കെ, സെന്റർ പാർട്ടിലാണ് കാണുന്നതെങ്കിൽ യു ക്യാൻ കോൾ ദാറ്റ് ഈസ് സെൻട്രോലെസിത്താൽ എഗ്. ഓക്കെ, സെൻട്രോലെസിത്താൽ എഗ്. അങ്ങനെയാണെങ്കിൽ സെൻട്രോലെസിത്താൽ എഗ്സ് ടൈപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ പറയുന്ന ക്ലീവേജ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സൂപ്പർഫിഷ്യൽ ക്ലീവേജ് ഇൻ ഡിസ്കോയിഡൽ. ഓക്കെ, സൂപ്പർഫിഷ്യൽ ക്ലീവേജ് നമ്മൾ ഡ്രോസോഫിലിയയിൽ കേട്ടതാണ് അല്ലെ? ഡ്രോസോഫിലിയയിൽ. അപ്പോ എന്താ ഡ്രോസോഫിലിയയിൽ വരുന്ന സൂപ്പർഫിഷ്യൽ ക്ലീവേജ്? ഇൻ ദിസ് ടൈപ്പ് ഓഫ് ക്ലീവേജ് മൈറ്റോസിസ് occurs but cytokinesis does not. This results in a polynuclear cell. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അവിടെ കാരിയോകൈനസിസ് ആണ് നടക്കുന്നത്. ഓക്കെ, ന്യൂക്ലിയർ ഡിവിഷൻ ആണ് നടക്കുന്നത്, നോട്ട് സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ. അപ്പോൾ അവിടെ എന്തുണ്ടാവുന്നു? ഒരു പോളിന്യൂക്ലിയർ സെൽ ഫോം ചെയ്യുന്നു. പോളിന്യൂക്ലിയർ സെൽ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഒരു സെല്ല് എടുക്കുകയാണെങ്കിൽ ഈ സെല്ലിൽ നിറച്ചും ന്യൂക്ലിയസ് ആണ് കാണുക. ഓക്കെ, ന്യൂക്ലിയസ് പെരിഫറൽ റീജിയനിലൊക്കെ ആയിട്ട് ന്യൂക്ലിയസിനെ കാണാൻ പറ്റും. ഓക്കെ, ദാറ്റ് മീൻസ് ന്യൂക്ലിയസ് ആണ് അവിടെ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ന്യൂക്ലിയസ് ആണ് അവിടെ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ന്യൂക്ലിയസ് ഈസ് ഡിവൈഡിങ്, നോട്ട് സൈറ്റോപ്ലാസം. സോ ദാറ്റ് മീൻസ് ആ സെല്ല് നിറയെ ന്യൂക്ലിയസ് കാണാം. സോ മെനി ന്യൂക്ലിയസ്, ദാറ്റ് മീൻസ് പോളിന്യൂക്ലിയർ. ഓക്കെ, ആൻഡ് സെൻട്രോലെസിത്തൽ എഗ്ഗിലെ ക്ലീവേജ് പ്ലെയിൻ നോക്കിയേ, അവിടെ എന്താ? റെസ്ട്രിക്റ്റഡ് ടു പെരിഫറൽ സൈറ്റോപ്ലാസം. ദാറ്റ് മീൻസ് സൂപ്പർഫിഷ്യൽ പറയുന്ന ടൈപ്പിലാണ് പറയുന്നത്, സൈറ്റോപ്ലാസ്മിക് ആയിട്ടാണ് അവിടെ ക്ലീവേജ് പെരിഫറൽ റീജിയൻ ആയിട്ടാണ് അവിടെ ക്ലീവേജ് നടക്കുന്നത്. ദാറ്റ് മീൻസ് ഇതിന് പെരിഫറൽ എന്ന് പറയുമ്പോൾ ഈ സെല്ലിന് പെരിഫറൽ ആയിട്ടാണ് ക്ലീവേജ് നടക്കുന്നത്. സോ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഇതിന്റെ ബൗണ്ടറി റീജിയൻസിലായിരിക്കും കാണാൻ പറ്റുക. ഓക്കെ, ബൗണ്ടറി റീജിയൻസിലായിരിക്കും കാണാൻ പറ്റുക. ഇതിന്റെ പെരിഫറൽ റീജിയനിൽ ഇവിടെയാണ് ന്യൂക്ലിയർ ഡിവിഷൻ കാണാൻ പറ്റുക. ഓക്കെ, ഇതിനുള്ളിൽ സൈറ്റോപ്ലാസം ഉണ്ടാവും.
ഓക്കെ, സൈറ്റോപ്ലാസം ഉണ്ടാവും, പക്ഷെ അവര് ഡിവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുന്നില്ല. അതാണ് സൂപ്പർഫിഷ്യൽ ക്ലീവേജ് എന്ന് പറയുന്നത്. ഓക്കെ, the large dense yolk in centrolithial eggs can delay embryonic development. ലൈക്ക് ഇവിടെ സെൻട്രോലിസിത്തൽ എഗ് എന്ന് പറയുമ്പോൾ ഇവിടെ യോക്ക് കണ്ടന്റ് അത്യാവശ്യം ഉണ്ടാകും. ഓക്കെ, യോക്ക് കണ്ടന്റ് ഉണ്ടാകും. യോക്ക് കണ്ടന്റ് കുറഞ്ഞ ഒരു കണ്ടീഷൻ അല്ല സെൻട്രോലിസിത്തൽ എഗ്സ്. യോക്ക് സെന്ററിലോട്ടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സെന്ററിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ ന്യൂക്ലിയർ പെരിഫറൽ ആയിട്ട് ഡിവിഷൻ നടക്കുന്നത്. ന്യൂക്ലിയർ ഡിവിഷൻ എന്ന് പറയുന്നത് പെരിഫറൽ ആയിട്ടാണ് നടക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് സൂപ്പർഫിഷ്യൽ ക്ലീവേജ്. ഓക്കെ, സൂപ്പർഫിഷ്യൽ ക്ലീവേജ്. ആൻഡ് സൂപ്പർഫിഷ്യൽ ക്ലീവേജ് നടക്കുന്നത് ലൈക് സെൻട്രോലിസിത്തൽ എക്സിൽ സൂപ്പർഫിഷ്യൽ ക്ലീവേജ് ആണ് നടക്കുന്നത്. ഓക്കെ, സെൻട്രോലിസിത്തൽ എക്സിൽ സൂപ്പർഫിഷ്യൽ ക്ലീവേജ് ആണ് നടക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് 8th ക്വസ്റ്റ്യൻ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ ഒരു വർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, വാട്ട് ഈസ് ദ പാറ്റേൺ ഓഫ് ക്ലീവേജ് ഇൻ മാമൽസ്? വാട്ട് ഈസ് ദ പാറ്റേൺ ഓഫ് ക്ലീവേജ് ഇൻ മാമൽസ്? എല്ലാ ക്ലീവേജിൻ്റെതും എക്സാമ്പിൾ പഠിച്ചു വെക്കണം കേട്ടോ. എക്സാമ്പിൾ പഠിച്ചു വെച്ചാൽ മതി. എക്സാമ്പിൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ക്ലീവേജ് നിന്ന് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ ക്ലീവേജ് നിന്നും ചോദിക്കുള്ളൂ. ഓക്കെ, ദർ ഇസ് അവിടെ ഒരു എക്സ്പെരിമെന്റ് ക്വസ്റ്റ്യന്റെ ആവശ്യമില്ല ശരിക്കും ക്ലീവേജ് പറയുമ്പോൾ. ഡയറക്റ്റ് ആയിട്ട് ഇന്ന ക്ലീവേജ് ആർക്കാണ് ഉള്ളത്, അല്ലെങ്കിൽ ബേർഡ്സിന് ഉണ്ടാവുന്ന ടൈപ്പ് ഓഫ് ക്ലീവേജ് എന്താ, അങ്ങനെ തിരിച്ചു മറിച്ചും മാത്രമേ ചോദിക്കുള്ളൂ. സോ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഹോംവർക്ക്. ലൈക്ക് നിങ്ങൾ ഈ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് തരുന്നത്. നിങ്ങളത് കണ്ടുപിടിക്കുക കേട്ടോ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ലൈക്ക് ഒരു ക്ലീവേജിനെ കാണിക്കുന്ന രീതി, ലൈക്ക് എങ്ങനെയാണ് ക്ലീവേജ് നടക്കുന്നത് എന്ന് നോക്കിയാൽ മതി. ഓക്കെ, സോ ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ് നമുക്കറിയാം. ഹോളോബ്ലാസ്റ്റിക് ഈക്വലും ഉണ്ട്, അൺഈക്വലും ഉണ്ട്. ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി എന്താ ചെയ്യുന്നത്, ബൈസെക്ട് ചെയ്യുന്ന രീതിയിൽ, ആൻഡ് നോട്ട് കംപ്ലീറ്റ്ലി ബൈസെക്ടിങ്. ഓക്കെ, അതില് ഐസോലിസിത്തൽ എക്സ് വി ഓൾറെഡി ഡിസ്കസ്ഡ്, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ആൻഡ് സ്പൈറൽ ടൈപ്പ് ക്ലീവേജ് ഉണ്ട്. ഓക്കെ, സ്പൈറൽ ടൈപ്പ് ക്ലീവേജ് നോക്കുക, അതിന്റെ ഒരു സ്ട്രക്ചർ നോക്കുക, എങ്ങനെയാണ് സ്പൈറൽ ടൈപ്പ് ക്ലീവേജ് വരുന്നത്. ഓക്കെ, സ്പൈറലി ആയിരിക്കും ഓരോ സെല്ലും ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സ്പൈറലി ഇവർ ഫോം ചെയ്ത് നോക്കുക. ഇവിടുന്ന് ഈ ഒരു സെല്ല്, പിന്നെ ഇത് ഇങ്ങനെ ഫോം ചെയ്യുന്നു, ദെൻ അഗെയിൻ ഇവിടുന്ന് വീണ്ടും കട്ട് ചെയ്യുന്നു. ലൈക്ക് നിങ്ങൾ ഇതിപ്പോ 2 ഡയമെൻഷനൽ ആയിട്ടായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത്. 3 ഡയമെൻഷനലി നോക്കുന്ന സമയത്ത് കറക്റ്റ് അതൊരു ലൈക്ക് നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടേക്ക് നോക്കുമ്പോൾ ദർ ഇസ് എ സ്പൈറൽ ഓറിയന്റേഷൻ കാണാൻ പറ്റും. ഓക്കെ, ദെൻ ബൈലാറ്ററൽ സിമ്പിൾ, ലൈക്ക് ഒരു ഇവിടുന്ന് ഈ സെല്ല് ഡിവൈഡ് ചെയ്യുന്നു, അഗെയിൻ ഇതിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു, ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടും ലാറ്റിറ്റ്യൂഡിനൽ ആയിട്ടും ഡിവൈഡ്, ലൈക്ക് ഇക്വറ്റോറിയൽ ആൻഡ് വെർട്ടിക്കൽ ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് ബൈലാറ്ററൽ. റൊട്ടേഷണൽ നോക്കുമ്പോൾ നോക്കുക, ഇങ്ങനെ സെൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും അവർ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത് 2 ഡയമെൻഷനൽ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാത്തത്, ബട്ട് ഇങ്ങനെയാണ് അവരുടെ ഡിവിഷൻ ഉണ്ടാവുക. ഓക്കെ, ആൻഡ് റേഡിയൽ സിമെട്രി, റേഡിയൽ ആയാലും നോക്കുമ്പോൾ ലൈക്ക് ഒരു പോയിന്റ് സെൻട്രലിൽ നിന്ന് ഈക്വൽ ആയിട്ടായിരിക്കും അവരുടെ ഡിവിഷൻ നടക്കുക. ഓക്കെ, ദാറ്റ് ഈസ് റേഡിയൽ സിമെട്രി. ഓക്കെ, സോ ദിസ് ഈസ് ദ ടൈപ്പ് ഓഫ് cleavage pattern. Okay, cleavage pattern based on the yolk content, plane, അങ്ങനെ പല ഡിവിഷനും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? യെസ്. ഇനി വരുന്നത് സ്റ്റെം സെൽസിന്റെ ഭാഗത്തു നിന്നാണ്. ശ്രദ്ധിക്കുക, സ്റ്റെം സെൽസ്. Following statements have been proposed for cancer cells and cancer stem cells. Okay, cancer cellum അതുപോലെ തന്നെ cancer stem cells. Which one of the following combination of statements are correct? ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്? ഇവിടെ നോക്കുക, cancer stem cells can undergo self-renewal whereas cancer cells cannot. Okay, cancer stem cells are found only in the bone marrow and placenta. Cancer cells mostly have mutations whereas cancer stem cells do not. Both A and C are correct. അപ്പോൾ എന്താണ് ക്യാൻസർ സ്റ്റെം സെൽസ്? യെസ്, ദ ഡെഫിനിഷൻ ഈസ് ഹിയർ. ദേ ആർ ദ സ്റ്റെം സെൽസ്. സ്റ്റെം സെൽസ് എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലൂരിപൊട്ടന്റ് ആയിട്ടുള്ള ലൈക്ക് ആ ടൈപ്പ് ഓഫ് സെൽസിനാണ് നമ്മൾ സ്റ്റെം സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാൻസർ സ്റ്റെം സെൽസ് എന്ന് പറയുമ്പോൾ ദേ ക്യാൻ അണ്ടർഗോ സെൽഫ് റിന്യൂവൽ വൈൽ ക്യാൻസർ സെൽസ് കനോട്ട്. അതായത്
ക്യാൻസർ സെൽസിന് സെൽഫ് റിന്യൂവൽ ഉണ്ടാവില്ല. പക്ഷെ ഇവരുടെ ഒരു പ്രിമിറ്റീവ് സ്റ്റേജ് ഓഫ് സെല്ലാണ് ക്യാൻസർ സ്റ്റെം സെൽ എന്ന് പറയുന്നത്. അപ്പോൾ സെൽഫ് റിന്യൂവൽ പ്രോപ്പർട്ടി ഉള്ളത്, സെൽഫ് റിന്യൂവൽ എന്ന് പറയുമ്പോൾ ലൈക്ക് വീണ്ടും ഫോം ലൈക്ക് അവർക്ക് ഡാമേജ് ആൻഡ് അഗെയിൻ റിന്യൂവൽ ഫോം ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആയിട്ട് സെൽഫായിട്ട് തന്നെ വിതൗട്ട് എനി എക്സ്റ്റേണൽ ഏജൻസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഇല്ലാതെ തന്നെ റിന്യൂവൽ ചെയ്യാൻ പറ്റുന്ന, റീഫോം ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സെൽസിനെയാണ് നമ്മൾ സെൽഫ് റിന്യൂവൽ എന്ന് പറയുന്നത്. ആൻഡ് ക്യാൻസർ സ്റ്റെം സെൽസ് ക്യാൻ അണ്ടർഗോ സെൽഫ് റിന്യൂവൽ. പക്ഷേ ക്യാൻസർ സെൽസിന് പറ്റത്തില്ല. ഓക്കെ, ആൻഡ് ദ ക്യാൻസർ സെൽസ് മോസ്റ്റ്ലി ഹാവ് മ്യൂട്ടേഷൻസ്. ഓക്കെ, അതായത് ക്യാൻസർ സെൽസിന് മ്യൂട്ടേഷൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ബട്ട് ക്യാൻസർ സ്റ്റെം സെൽസ് cannot have much mutations. ഓക്കെ, യെസ്. അപ്പോ എങ്ങനെയാണ് ഈ സെൽഫ് റിന്യൂവൽ? നമ്മൾ അതിന് ക്യാൻസർ സ്റ്റെം സെൽസിനെ CSC എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നു, എ സ്മോൾ സബ്സെറ്റ് ഓഫ് സെൽസ് ഇൻ ട്യൂമേഴ്സ് ദാറ്റ് ക്യാൻ സെൽഫ് റിന്യൂ ആൻഡ് ഡിഫറൻഷിയേറ്റ് ഇൻടു നോൺ സ്റ്റെം daughter cells. This ability of self-renew is a defining feature of cancer stem cells. ഓൾറെഡി പറഞ്ഞതാണ്, നമ്മുടെ ട്യൂമേഴ്സ് എന്നതിനാണല്ലോ നമ്മൾ ക്യാൻസർ സെൽ എന്ന് പറയുന്നത്. ക്യാൻസർ സെല്ലിന്റെ ഒരു മാസ് ഓഫ് ക്യാൻസർ സെൽസ് നമുക്ക് ലൈക്ക് വി ക്യാൻ കോൾ ഇറ്റ് ആസ് ട്യൂമേഴ്സ്. അപ്പൊ ഈ ട്യൂമേഴ്സിൽ ഈ സ്റ്റെം സെൽ ഉണ്ടെങ്കിൽ ഇവർക്ക് സെൽഫ് റിന്യൂ ചെയ്യുന്ന, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്യാൻസർ സെൽസിനെയാണ് നമ്മൾ ക്യാൻസർ സ്റ്റെം സെൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്യാൻസർ സ്റ്റെം സെൽസിന്റെ ഒരു സാലിയൻ ഫീച്ചർ ആണ് എന്ത്? സെൽഫ് റിന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സെൽഫ് റിന്യൂ എന്ന് പറയുന്നത്. ആൻഡ് ക്യാൻസർ സെൽസ് മോസ്റ്റ്ലി ഹാവ് മ്യൂട്ടേഷൻസ്. ഓക്കെ, നമ്മൾ പറഞ്ഞത് ക്യാൻസർ സെല്ലിനാണ്. ക്യാൻസർ സെൽ എന്ന് പറയുമ്പോൾ ലൈക്ക് ഇതിന്റെ നോൺ ഡിഫറൻഷിയേറ്റഡ് ചെയ്യാൻ പറ്റാത്ത അൺഡിഫറൻഷിയേറ്റഡ് സെല്ലാണ് ക്യാൻസർ സെൽ. Stem cells live longer than other cells, okay, which increases the chance that they may accumulate genetic mutations. അപ്പോൾ ക്യാൻസർ സ്റ്റെം സെൽസിന് ഒരുപാട് ലോങ് ലിവിങ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ചാൻസ് ഓഫ് ഗെറ്റിംഗ് മ്യൂട്ടേഷൻ, ജനറ്റിക് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഹൈ ആണ്, അല്ലെ? സ്റ്റെം സെല്ലിന് കൂടുതൽ നേരം നിൽക്കാൻ പറ്റും, കൂടുതൽ ലോങ് ലിവിങ് ആണ്. ക്യാൻസർ സെൽസ് അങ്ങനെയല്ല. ക്യാൻസർ സെൽസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ലൈക്ക് ഇറ്റ് ഗോസ് ഡെഡ്. മൾട്ടിപ്ലൈ ചെയ്യുന്നു, ലൈക്ക് ഇറ്റ് ഈസ് അൺകണ്ടീഷണലി ഡിവൈഡിങ് ആണ് ക്യാൻസർ സെൽ. ലോഞ്ചിറ്റിവിറ്റി എന്ന് പറയുന്നത് കൂടുതലല്ല, കുറവാണ് കമ്പയർഡ് ടു ക്യാൻസർ സ്റ്റെം സെൽസ്. അപ്പോൾ ലോഞ്ചിറ്റിവിറ്റി കൂടുതലുള്ള സ്റ്റെം സെൽസിന് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും ഓട്ടോമാറ്റിക്കലി. കാരണം ജനറ്റിക് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ കുറച്ച് ചെയ്യുന്നതാണ് എന്ത് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്, അല്ലെ? സോ ദീസ് മ്യൂട്ടേഷൻസ് ക്യാൻ കോസ് എ സെൽ ടു lose control of its growth and become the source of cancer. Okay, എന്ന് വെച്ചാൽ എന്താ? മ്യൂട്ടേഷൻ ക്യാൻ കോസ് എ സെൽ ടു ലൂസ് കൺട്രോൾ. മ്യൂട്ടേഷൻ എന്താണെന്ന് അറിയാലോ? മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് സഡൻ ആയിട്ട് വരുന്ന ഹെറിഡിറ്ററി ചേഞ്ചസ് ആണ്. ഓക്കെ, അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഒരു സെല്ല് മ്യൂട്ടേറ്റഡ് ആയി കഴിഞ്ഞാൽ അവരുടെ ഗ്രോത്തും സെൽഫ് റിന്യൂവൽ പ്രോപ്പർട്ടിയും ഇല്ലാതാകും. ആൻഡ് അതാണ് പിന്നീട് ക്യാൻസർ ആയിട്ട് മാറുന്നത്, അല്ലെ? അപ്പോ ക്യാൻസർ സെൽസിന് മ്യൂട്ടേഷൻസ് ഉണ്ടാവാൻ ചാൻസസ് ലൈക്ക് കൂടുതലായിരിക്കും, അല്ലെ? ക്യാൻസർ സെൽസിന് മ്യൂട്ടേഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും വെൻ കമ്പയർഡ് ടു ക്യാൻസർ സ്റ്റെം സെൽസ്. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായില്ലേ? അതായത് പിന്നീട് നമ്മളിപ്പം മ്യൂട്ടേഷൻസ് എന്ന് പറയുന്ന സമയത്ത് സോറി, ക്യാൻസർ സ്റ്റെം സെൽസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ക്യാൻസർ സ്റ്റെം സെൽസ്, യെസ്. സോ ദാറ്റ് ഇസ് എ സോഴ്സ് ഓഫ് മ്യൂട്ടേഷൻസ് ആർക്കുണ്ടാവും? ക്യാൻസർ സെൽസിന് ഉണ്ടാകത്തില്ല. ക്യാൻസർ സ്റ്റെം സെൽസ് ക്യാൻ ഹാവ് മ്യൂട്ടേഷൻസ്. ഓക്കെ, യെസ്. Other factors about cancer stem cells, CSCs, are responsible for tumor initiation and growth. ട്യൂമർ ഇനീഷ്യേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ട്യൂമർ ഫോം ചെയ്യുക. ഓക്കെ, ഇപ്പൊ സ്റ്റെം സെൽസിന് എന്ത് ചെയ്യാൻ പറ്റും? ട്യൂമർ ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ആ ട്യൂമറിനെ ഗ്രോ ചെയ്യിപ്പിക്കാനും ആർക്ക് പറ്റും? സ്റ്റെംസ്. ആൻഡ് ദിസ് സ്റ്റെംസ് റെസിസ്റ്റന്റ് ടു കീമോതെറാപ്പി ആൻഡ് റേഡിയോതെറാപ്പി. അതുകൊണ്ടാണ് നമ്മൾ ക്യാൻസർ സെൽസിനാണ് ആക്ച്വലി ദിസ്
കീമോതെറാപ്പിയും റേഡിയോതെറാപ്പിയും റേഡിയേഷനും കീമോയും കൊടുക്കുന്നത് ക്യാൻസർ സെൽസിനാണ്, നോട്ട് ഫോർ ക്യാൻസർ സ്റ്റെം സെൽസ്. കാരണം ക്യാൻസർ സ്റ്റെം സെൽസ് അവർ സ്റ്റെം സെൽസ് ആണ്, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. അവർക്ക് എന്തായിരിക്കും, അവർക്ക് ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ റേഡിയേഷനെയും ഈ കീമോ മെഡിസിൻസിനെയും റെസിസ്റ്റ് ചെയ്യാൻ ഉള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? ക്യാൻസർ സ്റ്റെം സെൽസിനുണ്ട്. And cancer stem cells can be identified using cell surface markers such as CD44, CD24 and CD133. Okay, അതായത് ഈ മൂന്ന് ആൾക്കാരും സർഫസ് മാർക്കേഴ്സ് ആണ്. അതായത് സെല്ലിന്റെ സർഫസിൽ പോയിട്ട് ലേബിൾ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ടാഗ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ബയോമാർക്കേഴ്സ് ആണ് ആര്? CD44, CD24 and CD133. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ CSCനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. ഈ മാർക്കേഴ്സിനെ കൊടുത്താൽ മതി അല്ലെ, ആ സെല്ലിലോട്ടേക്ക് ഈ മാർക്കേഴ്സിനെ കൊടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ ഐഡന്റിഫൈ. ആൻഡ് CSCs പ്ലേ എ റോൾ ഇൻ ട്യൂമർ പ്രോഗ്രഷൻ ആൻഡ് തെറാപ്പി റെസിസ്റ്റൻസ്. യെസ്, CSCനെ നമുക്ക് ട്യൂമർ പ്രോഗ്രഷൻ, ബിക്കോസ് നമ്മൾ പറഞ്ഞു ട്യൂമർ ഇനീഷ്യേഷൻ അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ആ ട്യൂമർ പ്രോഗ്രഷനും അതുപോലെ തന്നെ തെറാപ്പി റെസിസ്റ്റൻസ് മീൻസ് കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയോതെറാപ്പി റെസിസ്റ്റ് ചെയ്യാനും അവർക്ക് പറ്റും. സോ ആ രണ്ട് ക്രൈറ്റീരിയയിലും മേജർ റോൾ ചെയ്യുന്നത് CSCs ആണ്, ക്യാൻസർ സ്റ്റെം സെൽസ് ആണ്. ഓക്കെ, യെസ്. ആൻഡ് ദിസ് ഈസ് ഓൾസോ ബേസ്ഡ് ഓൺ സ്റ്റെം സെൽസ്. ഓക്കെ, സ്റ്റെം സെൽസ്. അപ്പോ which one of the following statements about stem cells is correct ആണ് ചോദിക്കുന്നത്. സ്റ്റെം സെൽസ് cannot be maintained. നിങ്ങൾ ഇതിലുള്ള ഈ ഡെഫിനിഷൻ പഠിച്ചാൽ തന്നെ ആ പോർഷൻ ക്ലിയർ ആവും. ആ പോർഷൻസ്, ആ ടോപ്പിക്സ് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഹലോ കേൾക്കുന്നുണ്ടോ? ഓക്കെ, സോ this is the last question we're going to discuss. Which one of the following statements about stem cells is correct? Okay, and സ്റ്റെം സെൽസിനെ കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത്. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ, ക്യാൻസർ സെൽ അല്ല, ക്യാൻസർ സെൽ, ദിസ് ഈസ് അബൌട്ട് സ്റ്റെം സെൽസ്. ഓപ്ഷൻ എ, സ്റ്റെം സെൽസ് cannot be maintained in culture since they require a distinct in vivo microenvironment known as niches. So സ്റ്റെം സെൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്, സ്റ്റെം സെല്ലിന് മെയിൻറ്റെയിൻ ചെയ്യാൻ, സെൽ cannot be maintained in കൾച്ചർ വൈസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഇൻവൈവോ എൻവയോൺമെന്റ്, ഇൻവൈവോ എന്ന് പറയുമ്പോൾ ഇന്റേണൽ ആയിട്ട് അല്ലെ, ഇന്റേണൽ ആയിട്ടുള്ള എൻവയോൺമെന്റ്, മൈക്രോ എൻവയോൺമെന്റ് വേണം. ആൻഡ് ആ മൈക്രോ എൻവയോൺമെന്റിനെ നമ്മൾ സ്റ്റെം സെൽ നിഷസ് എന്ന് പറയുന്നു. ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ, ഡ്യൂറിംഗ് അസിമെട്രിക് സ്റ്റെം സെൽ ഡിവിഷൻ ഓൺലി വൺ ഓഫ് ദ ഡോട്ടർ സെൽ ഇസ് റിറ്റെയിൻഡ് ആസ് എ സ്റ്റെം സെൽ. അതായത് സ്റ്റെം സെൽ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അതിലൊരു ഡോട്ടർ സെല്ല് മാത്രമേ സ്റ്റെം സെൽ ആയിട്ട് മാറുന്നുള്ളൂ. ഓക്കെ, അസിമെട്രിക് സ്റ്റെം സെൽ ഡിവിഷനിലാണ് പറയുന്നത്. യെസ്. Option C, stem cell derived transit amplifying cells are differentiated cells which retain the capacity to divide further. എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസിറ്റ് ആംപ്ലിഫൈങ് ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്, TACs. ഓക്കെ, ഈ സെൽസ് ഡിഫറൻഷിയേറ്റഡ് സെൽസ് വിച്ച് റിറ്റെയിൻ ദ കപ്പാസിറ്റി ടു ഡിവൈഡ് ഫർദർ. അപ്പോൾ ഈ TACസിൽ നിന്നാണ് സ്റ്റെം സെൽ ഡിറൈവ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് ഓപ്ഷൻ, ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽസ് ആർ ടോട്ടിപോട്ടന്റ് സ്റ്റെം സെൽസ്. ഓക്കെ, അപ്പോ നോക്കാം. സ്റ്റെം സെൽസ് cannot be maintained in culture because they require a distinct microenvironment called stem cell niche. യെസ്, ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കാരണം സ്റ്റെം സെൽസിനെ കൾച്ചർ ചെയ്യാൻ, ഒരു ഇൻവിട്രോ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഹാർഡ്. കാരണം അവരൊരു സ്റ്റെം സെൽ നിഷിലാണ് ഫോം ചെയ്യുന്നത്. കാരണം ആ ഒരു നിഷിൽ നിന്ന് നമ്മളൊരു ഇൻവിട്രോ ആയിട്ട് ഒരു ലാബ് സെറ്റിൽമെന്റിൽ നമുക്ക് സ്റ്റെം സെൽസിനെ ഗ്രോ ചെയ്യാൻ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ്. സോ ദിസ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്, സ്റ്റെം സെൽസ് cannot be maintained in culture since they require distinct in vivo micro environment എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ആൻഡ് ഡ്യൂറിംഗ് asymmetric stem cell division one daughter cell is retained. യെസ്, സ്റ്റെം സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത് അതിൽ ഒരു ഡോട്ടർ സെൽ റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് അത് റീറ്റെയിൻ ചെയ്യുന്നത് ആ സ്റ്റെം സെൽ തന്നെയാണ്. സ്റ്റെം സെൽ ആയിട്ട് റീറ്റെയിൻ ചെയ്യുന്നത് ഒരു ഡോട്ടർ സെല്ലാണ്. ആൻഡ് ഈ പ്രോസസ് എന്ന് പറയുന്നത് ഇപ്പം ടിഷ്യൂ ഹോമിയോസ്റ്റാസിസ് ആൻഡ് ട്യൂമർ സെപ്പറേഷൻ കേസസിലും ടിഷ്യൂ ഹോമിയോസ്റ്റാസിസ്, ദാറ്റ് ഇസ് എ പ്രോസസ്. ഈ രണ്ട് പ്രോസസ്സിലും ഇത് കാണാൻ പറ്റും. അവിടെ അസിമെട്രിക് ആയിട്ട് ഒരു സ്റ്റെം സെൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ അസിമെട്രിക് ഡിവിഷനിൽ ട്യൂമർ
കേസ് പറഞ്ഞില്ലേ ക്യാൻസറിന് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ. സോ അവിടെ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ ഒരു ഡോട്ടർ സെല്ല് റിറ്റെയിൻഡ് ആണ് ആസ് സ്റ്റെം സെൽ ആൻഡ് ആ ഡോട്ടർ സെല്ല് തന്നെയാണ് പിന്നീട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, യെസ്. സോ ആ രണ്ടാമത്തെ ഓപ്ഷനും ശരിയാണ്. ഓക്കെ, പിന്നെ TAC എന്ന് പറയുന്നത് അൺഡിഫറൻഷിയേറ്റഡ് സെൽസ് ദാറ്റ് ആർ ഇൻ ട്രാൻസിഷൻ ബിറ്റ്വീൻ സ്റ്റെം സെൽ ആൻഡ് ഡിഫറൻഷിയേറ്റഡ് സെൽസ്. ഓക്കെ, അപ്പോ നേരത്തെ പറഞ്ഞത് TACs നിന്നാണ് ഡിറൈവ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ TACs എന്ന് പറയുന്നത് അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള സെൽസ് ആണ്. ആൻഡ് ആ അൺഡിഫറൻഷിയേറ്റഡ് സെൽ എന്ന് പറയുന്നത് ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു സെല്ലാണ്. ഏത് ഇൻ ബിറ്റ്വീൻ? സ്റ്റെം സെല്ലിന്റെയും അതുപോലെ തന്നെ ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള രണ്ട് സെല്ലിന്റെയും ഇടയിൽ വരുന്ന ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ്. ആക്ച്വലി ട്രാൻസിഷൻ ഫോമിലാണ് ആര് ഉള്ളത്? TACs ഉള്ളത്. അപ്പൊ അവര് നോൺ ഡിഫറൻഷിയേറ്റഡ് സെൽ പോപ്പുലേഷൻ ദാറ്റ് proliferates rapidly to expand the system and produce diverse differentiated cell types. ഇവര് ട്രാൻസിഷൻ സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ ഇവരിൽ നിന്നല്ല ആര് ഡിറൈവ് ചെയ്യുന്നത്? സ്റ്റെം സെല്ല് ഡിറൈവ് ചെയ്യുന്നത്. കിട്ടിയോ? മനസ്സിലായോ? ആ ഓപ്ഷൻ ക്ലിയർ ആയില്ലേ? യെസ്. HSCs, that means hematopoietic stem cells, are pluripotent. Totipotent എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷെ അവര് pluripotent ആണ്. So these two options are wrong and these two options are correct. Okay, so ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു ഓൾമോസ്റ്റ്. ആൻഡ് ബേസിക്കലി ഇതൊക്കെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോ ഇതിൽ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ you can call me or you can contact me. Okay, so മനസ്സിലായോ ഈ കാര്യങ്ങൾ മുഴുവൻ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇനി